ഈ ജാതിപ്പൂക്കൾ എന്ന് പറയുന്ന പ്രഭാഷണം ഞാൻ 2 നടത്തിയിട്ടുണ്ട്. 2 യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള ഒരു പ്രഭാഷണമാണത്. 2 2018 ഞാൻ ശരിക്കും സംവരണത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രഭാഷണം പാലക്കാട് വെച്ച് നടത്തുന്നു. അതിനുശേഷം ഈ ജാതി സംവരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില നരേറ്റീവുകൾ എൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എസൻസിൻ്റെ ഭാഗത്തുനിന്നും ഉയരാറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതം പോലെ തന്നെ ഒരു വലിയ വിഷയം തന്നെയാണ് ജാതി. ഇന്ന് പറയുന്ന പല കാര്യങ്ങളും മുന്നേ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചിലത് പുതുതായിട്ടുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിവിടെ കാണുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ 1916 നമുക്ക് ജാതിയില്ല എന്നുള്ള വിളംബരം. അതിൽ അദ്ദേഹം പറയുന്നത് നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല, വിശേഷിച്ച് നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നാം പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈത ആശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ. അതായത് എനിക്ക് ജാതി മതമൊന്നുമില്ല, എൻ്റെ ശിഷ്യർക്കും അങ്ങനെയില്ല എന്ന് ശ്രീനാരായണ ഗുരു പറയുകയാണ്. ജാതി മതഭേദമൊക്കെ വിട്ടിട്ട് ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, കേരളം ഏറ്റവും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞൊരു പ്രസ്താവനയാണ്. ഇൻ പ്രാക്ടീസ് ഇതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് ആളുകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് ജാതി വിട്ടു പോകാൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ പൊതുവിൽ കേൾക്കുന്ന ഒരു നരേറ്റീവ്. അങ്ങനെ വിട്ടുപോകാൻ കഴിയാത്ത എന്തോ ഒരു ഡീപ്പായിട്ടുള്ള അനശ്വരമായിട്ടുള്ള നിങ്ങളുടെ എല്ലിലിട്ട കമ്പി പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ DNA കയറിയ ഒരു സംഗതി പോലെയാണിത് എന്നൊക്കെയുള്ള ഒരു നരേറ്റീവ്സാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പം ശ്രീനാരായണ ഗുരു ജാതി വിട്ടു എന്ന് പറയുമ്പോൾ അത് പുള്ളിയുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എന്താണ് ജാതി എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയൊരു വിശദീകരണം ആവശ്യം. എന്താണ് കാസ്റ്റ്? അപ്പോൾ നമ്മൾ പറയാം ഇവിടെ കുറേ കാസ്റ്റുകളുണ്ട്. SC ST ഉണ്ട്, OBC ഉണ്ട്, മുന്നാക്ക ജാതികളുണ്ട്. ഇപ്പോൾ എന്താ ഈ ജാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇത്രയും മനുഷ്യരിരിക്കുന്നു, ഇവരെല്ലാം ഈ ജാതി സാഹിത്യം അനുസരിച്ച് വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയേ ഉള്ളൂ, ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ്. അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ സമ്മതിച്ചു വരില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞാൽ വിറ്റുപോകുന്നൊരു സാധനമാണ്, അതുകൊണ്ട് പ്രയോജനമുണ്ട്. ജാതി അടിസ്ഥാനപരമായ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് സമൂഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനൊരു കാര്യം ഇല്ല യഥാർത്ഥത്തിൽ. സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം അത് ഭരണപരമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ബ്രിട്ടീഷുകാരൊക്കെ ആരാണ് ഹിന്ദുക്കൾ എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്. മതം, അതിനകത്ത് ഹിന്ദുക്കളിൽ സിഖുകാരുൾപ്പെടും, പാഴ്സികൾ ഉൾപ്പെടും, ജൈനർ ഉൾപ്പെടും. ഇതെല്ലാം ഹിന്ദുക്കളാണ്. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു സൗകര്യമാണ്. അപ്പം ഇറ്റ്സ് എ സോഷ്യൽ കൺസ്ട്രക്ട് ആൻഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസിഫിക്കേഷൻ, സിമ്പിളായിട്ട് പറയാം. പിന്നെ എന്താണ് ഈ സംഗതി? ആക്ച്വലി ഇതൊരു സൂപ്പർസ്റ്റിഷനാണ്, അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ആളുകൾ കൊണ്ടു നടക്കുന്നു. പലരും ഉദാഹരണമായിട്ട് ദേവി, അള്ളാഹു, അയ്യപ്പൻ, ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ പ്രേതം. ഇതുപോലെ ഒരു അന്ധവിശ്വാസം മാത്രമാണ് ജാതി. അപ്പോൾ ആളുകൾ വിചാരിക്കും, ഓ നിങ്ങളങ്ങനെ പറഞ്ഞാലും ആളുകളുടെ മനസ്സിലതില്ലേ? ഈ അയ്യപ്പ വിശ്വാസം അങ്ങനെയല്ലേ, ദൈവവിശ്വാസം അങ്ങനെയല്ലേ, പ്രേതവിശ്വാസം അങ്ങനെയല്ലേ? അപ്പോൾ കള്ളിയങ്കാട്ട് നീലി ആക്റ്റീവായിരുന്ന കാലഘട്ടത്തിൽ ആ പ്രദേശത്തൂടെ ഒരു സൈക്കിള് ലൈറ്റ് പോലും വെച്ചുകൊണ്ട് പോകാൻ ആളുകൾ മടിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? കള്ളിയങ്കാട്ട് നീലി ഉണ്ടായിട്ടാണോ? കള്ളിയങ്കാട്ട് നീലി ഉണ്ടെന്നുള്ള ബോധം ഒരു സോഷ്യൽ നരേറ്റീവ് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ആളുകൾ അത് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. സോ അടിസ്ഥാനപരമായതൊരു അന്ധവിശ്വാസമാണ്. അതിന് ബയോളജിക്കലായിട്ടോ ജനറ്റിക്കലായിട്ടോ യാതൊരു എവിഡൻസോ സപ്പോർട്ടോ ഇല്ല. നിങ്ങൾ ഒരാളെ നോക്കിയിട്ടോ കണ്ടിട്ടോ ജാതി പറയുക എന്ന് പറയുന്നത്, മതം പറയുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ചെകയിൽ തുടങ്ങുന്നത്. അവർ പേര് നോക്കും, പേരിനകത്ത് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ്റെ പേര് നോക്കും, അമ്മയുടെ പേര് നോക്കും, അതിലും കിട്ടിയില്ലെങ്കിൽ
ആകെ പ്രശ്നമാവും. പിന്നെ എന്തെങ്കിലും നമ്മളൊരു സൊല്യൂഷൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ് അറിയുന്നത് ഇത് മിക്സ്ചറാണെന്ന് വരുമ്പോൾ നമ്മുടെ മൊത്തം ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും. ജാതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ സ്വഭാവമാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം ഞാൻ പറയും. പിന്നെ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാനൊരു കാര്യം പറയാറുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ പോലെയല്ല, അല്ലെ ജാതിയുടെ ഇന്നത്തെ അവസ്ഥ പോലെയല്ല ഉത്തരേന്ത്യയിൽ, അതല്ല തമിഴ്നാട്ടിൽ. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യമാണ്. കേരളം പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്. പല കാര്യങ്ങളിലും കേരളത്തിലുള്ള പല കാര്യങ്ങളും ഉത്തരേന്ത്യയിൽ കാണാനാവില്ല, തമിഴ്നാട്ടിൽ കാണാനാവില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഈ അടുത്തിടെ കർണാടകത്തിൽ പോയി. അവിടെ ഈ ഭാഷയ്ക്കയുടെ പേരിൽ അവർ കാണിക്കുന്ന ഒരു ഭ്രാന്ത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അവരെല്ലാ കടകളുടെയും പുതുതായിട്ട് തുടങ്ങുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുടെയും ബഹുനില കെട്ടിടങ്ങളുടെയും എല്ലാം ടൈറ്റിൽ മാറ്റി വെച്ചിട്ട് കന്നഡയിലാക്കുകയാണ്. ഇതൊരു ഭ്രാന്ത് പോലെയാണ്. അത് ചെയ്യാത്ത ആളുകൾ, ഒരു വിദേശ സഞ്ചാരി പല പല സംസ്ഥാനങ്ങൾ പിന്നിട്ടിട്ട് പല പല രാജ്യങ്ങൾ പിന്നിട്ടിട്ട് പോകുന്ന ഒരു സഞ്ചാരിയുടെ കാറിനകത്ത് അത് സംബന്ധിച്ചൊരു അറിയിപ്പ് പ്ലക്കാർഡ് വെച്ചിരുന്നത് ഇംഗ്ലീഷിലാണ്. ആ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവർ പറയുന്നത് കർണാടകത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ഒരു കന്നഡ ടൈറ്റിൽ വേണം. കേരളത്തിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവം നമുക്കില്ല. പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ മലയാളി. ഇപ്പം ഞാൻ മലയാളിയാണ് എന്ന് പറയുന്നത് അതും ഒരു ക്ലാസിഫിക്കേഷനാണ്. എനിക്ക് മലയാളി അല്ലാതാവാൻ പറ്റൂ. ഇപ്പം ഞാൻ മലയാളിയൊന്നും അല്ല എന്ന് പറഞ്ഞാലും എൻ്റെ നാക്കെന്നെ ചതിക്കും, എൻ്റെ തല എന്നെ ചതിക്കും. ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ഇനി വേറെ ഏത് ഭാഷ സംസാരിച്ചാലും മലയാളത്തിൻ്റെതായ ഒരു താളത്തിലും ഒഴുക്കിലും ഒക്കെ ആയിരിക്കും അത് വരിക. കാരണം എൻ്റെ ഒരു ശീലമാണ്, അതൊരു ശീലത്തിൻ്റെ വിഷയമാണ്. അപ്പം ഈ ജാതി എന്ന് പറയുന്നത് അതേപോലെയുള്ളൂ. ഇപ്പം നിങ്ങളൊരു ജാതിയിൽ ജനിച്ചിരിക്കുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും, അത് ജാതി എന്ന് പറഞ്ഞാൽ ജനനമാണ്. അച്ഛൻ്റെ ജാതി, അമ്മയുടെ ജാതി, നിങ്ങളുടെ ജാതി, ഇത്രേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് പോയി ചേരുന്നൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ആക്ച്വലി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല. കുറേ ജാതികളുണ്ടായിരുന്നു ജനിച്ചു വീണപ്പോൾ. അതിലൊരെണ്ണം നിങ്ങൾ നല്ല ജാതി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തൊന്നുമല്ല. നിങ്ങൾ തുടക്കത്തിലേ ജാതിയില്ല. അപ്പോൾ നിങ്ങളൊരു ജാതിയിലായി പോവുക എന്ന് പറയുന്ന ഒരു കുറ്റമല്ല, അതൊരു വിഷയമല്ല. വിഷയം എന്താണ്? ജാതിയിലായി പോവുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കും. ഒന്നിൽ അതിനെ ടോളറേറ്റ് ചെയ്യുക, ഞാൻ ഇന്ന ജാതിയിലാണ് ജനിച്ചത്, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക, ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ജാതിയിലാണ് ജനിച്ചത്, എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, ഗെറ്റ് ഔട്ട്, അതിൽ നിന്ന് പുറത്തു വരും. എനിക്ക് ഈ ശ്രീനാരായണ ഗുരു ചെയ്തോണം, ഗെറ്റ് ഔട്ട്, ഞാൻ അതിൻ്റെ ആളല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, അതല്ല എൻ്റെ സത്വം എന്ന് പറയും. സോ ഇത് യു ടോളറേറ്റ് ഓർ ഗെറ്റ് ഔട്ട്, ഈ രണ്ട് ഓപ്ഷനുണ്ട്. ഇനി ജാതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു സോഷ്യൽ ഈവിൾ ആവുന്നില്ല. കാരണം ഇപ്പം മലയാളി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്കൊരു തകരാറുണ്ടാവുന്നില്ല. ഒരു ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ, മലയാളി അല്ലെങ്കിൽ തെക്കൻ, വടക്കൻ എന്നൊക്കെ പറയുന്നത് കൊണ്ടൊരു വിഷയമില്ല. എന്താണ് വിഷയം? ക്ലാസിഫിക്കേഷൻ അല്ല വിഷയം, കോൺസിക്വൻസസ് ആണ്. എന്താണ്? ജാതിയല്ല വിഷയം, ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം. ജാതി അടിസ്ഥാനത്തിൽ ഒരാളെ സ്വീകരിക്കുക, ജാതി അടിസ്ഥാനത്തിൽ ഒരാളെ നിരാകരിക്കുക, അതാണ് പ്രശ്നം, അല്ല ജാതിയല്ല. അതുപോലെ തന്നെ ജാതി ബോധം, ഞാൻ ഇന്ന ജാതിയാണ്, എൻ്റെ ജാതി ഇത്രയുണ്ട്, അവൻ ആ ജാതിയാണ്, അപ്പോൾ അവൻ അത്രയില്ല, അല്ലെങ്കിൽ എൻ്റെ ജാതി മികച്ചത്, അവൻ്റെ ജാതി മോശം, ഇത് തമ്മിലൊരു ഹയറാർക്കി ഉണ്ട് എന്നുള്ള ജാതി ബോധം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രശ്നം. ഒന്ന് ജാതി ബോധവും, രണ്ട് ജാതി വിവേചനവും. അല്ല ജാതി അല്ല പ്രശ്നം. ജാതി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പൊട്ടാത്ത ഒരു പടക്കം പോലെയാണ്. അത് പൊട്ടുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് പ്രശ്നം. അപ്പോൾ നിങ്ങളൊരു ജാതിയിലായിപ്പോയി എന്നുള്ളതൊരു വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ദ്രോഹമില്ല. അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തല്ല, നിങ്ങളെ ആക്കിയിരിക്കുന്നു. നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും ആളുകൾ പറയും നിങ്ങൾ അതിലാണ്, ഓക്കെ. ഇത് ടോളറേറ്റ് ഓർ ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ആയാലും ആളുകൾ പറയും ഞങ്ങൾ അംഗീകരിക്കില്ല, ഓക്കെ. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അനൈലേഷൻ ഓഫ് കാസ്റ്റ്. അംബേദ്കറിൻ്റെ ഒരു പുസ്തകം തന്നെ ഇതാണ്, ജാതി നിർമൂലനം, ജാതിയെ നശിപ്പിക്കുക. ഈ ജാതിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്നറിയാം? ഈ ജാതി, ഞാൻ ആദ്യം പറഞ്ഞൊരു അന്ധവിശ്വാസമാണ്, ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പടപ്പാണ്. നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ചോദിച്ച് ഉണ്ടാക്കിയ സാധനമാണ്. അല്ലാതെ അങ്ങനെ ഒരു സാധനം ഇല്ല. അത് നമുക്ക് ഏത് പരീക്ഷണം വഴി വേണമെങ്കിലും തെളിയിക്കാൻ കഴിയും. അത് ജനറ്റിക് ആയിട്ടുള്ളോ DNA വഴിയായിട്ടുള്ളോ എങ്ങനെ വേണമെങ്കിലും തെളിയിക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഇവിടെയൊക്കെയുള്ള കേരളത്തിലൊക്കെയുള്ള ആളുകളിലേക്ക് ജനിതക മാപ്പിങ്ങോ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പഠനങ്ങളോ നടത്തി കഴിഞ്ഞാൽ
99.9999% ആയിരിക്കും സിമിലാരിറ്റി. പിന്നെ അത് നോക്കിയിട്ട് പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അത് നോക്കി സയൻസ് അത് പറയുന്നില്ല, സാമൂഹ്യശാസ്ത്രം അത് പറയുന്നില്ല. നിങ്ങളത് മിക്സ് ചെയ്ത് നോക്കുക, ആരുടെയാണെന്ന് പറയാനേ കഴിയില്ല. പക്ഷേ സോഷ്യലായിട്ട് പുറത്ത് നോക്കുമ്പോൾ ഉണ്ട്. ഈ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 2 രീതിയിൽ മാത്രമേ അത് അനൈലേറ്റ് ചെയ്യാൻ കഴിയൂ. എങ്ങനെ? ഇപ്പോൾ നാരായണ ഗുരുവൊക്കെ പറഞ്ഞോളം, എനിക്കില്ല, ഞാനതല്ല, ഞാനതിൽ പുറത്ത് വന്നൊരു ബോധം ഉണ്ടാകും. അതൊരു ഇൻ്റലക്ച്വൽ ചേഞ്ചാണ്, ബൗദ്ധികമായ മാറ്റമാണ്. അങ്ങനെ ഒരു ബൗദ്ധികമായ മാറ്റം, അതുപോലെ തന്നെ എൻ്റെ ആശയ പരിസരങ്ങൾ, ഐഡിയോളജിക്കൽ റൂട്ട്സ്, ഇതിനെ ഖണ്ഡിക്കുക, ഇതിനെ തകർക്കുക എന്നുള്ളതാണ് ജാതി വിരുദ്ധ പ്രവർത്തനം, ജാതി വിമർശനം, ജാതി നിർമൂലനം എന്ന് പറയുന്നത്. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ജാതി നിർമൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിലപേശുക, ജാതിയുടെ അടിസ്ഥാനത്തിൽ സമ്മേളനം നടത്തുക, ജാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, ബാർഗെയിനിങ് നടത്തുക. ഇതൊന്നും ജാതി വിരുദ്ധതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ജാതി പോഷണമാണ്, ജാതി നർച്ചർ ചെയ്യുകയാണ്. അതിനൊന്നും ജാതി വിരുദ്ധതയായിട്ട് അർത്ഥമില്ല. അതെൻ്റെ വിപരീതമായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ അടുത്തിടെ നിങ്ങളൊരു പോസ്റ്റ് കണ്ടു, ശാരദാ മുരളീധരൻ, അവർ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അവരുടെ ഒരു പ്രശ്നം എന്തായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞ ഈ കാസ്റ്റ് എന്ന് പറയുന്നതിന് യാതൊരു ജനറ്റിക്കോ ബയോളജിക്കലായിട്ടുള്ള യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥിതി. ഇവർ കംപ്ലയിൻ ചെയ്തത് അവരുടെ നിറത്തെക്കുറിച്ചുള്ള മോശം പരാമർശം ചെറിയ കാലഘട്ടം തൊട്ട് കേൾക്കുന്നുണ്ട്. കറുപ്പ് എന്നുള്ള നിറം അത്ര നല്ലതല്ല എന്നുള്ളൊരു ബോധ്യം സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരുപാട് അവഹേളനം ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് വെളുത്തതാണ്, അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺ വരുന്നു. നമുക്കറിയാം എന്താണ് അതിൻ്റെ ആശയ പരിസരം. നമ്മളുടെ ത്വക്കിലെ മെലാനിൻ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഡാർക്കർ ആവും. അത് സോളാർ റേഡിയേഷൻ എത്ര കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാർക്ക് എത്ര കിട്ടിയിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മളൊരു 10,500 വർഷമൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കറുത്ത പല ആളുകളും വെളുത്തതായിരുന്നു, ചുമന്നതൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ത്വക്ക് നമ്മുടെ പുറത്തുള്ള അവസ്ഥയോട് പ്രതികരിച്ചാണ് നമ്മളുടെ നിറം മാറുന്നത്. അത് കാലാന്തരത്തിൽ വരുമ്പോൾ അതിങ്ങനെ ജനിതകമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതിലെവിടെയെങ്കിലും ഒരു ഡ്രിഫ്റ്റ് വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മാറാം. അതിന് ഒരുപാട് സമയമെടുക്കും, അത്രേ ഉള്ളൂ. എവിടെയൊക്കെ ജീവിച്ചു എന്നുള്ളതാണ് നിറവും വർണ്ണവും എല്ലാം പറയുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന വർണ്ണം ഇത് ശരിയാണ്. ഈ ലുക്കിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ജാതിയേക്കാൾ വലിയൊരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അതിനാണ് നമ്മൾ ഈ വാരി എല്ലാം കൂടെ പൊത്തുന്നതും എല്ലാം കൂടെ അരച്ച് തീർക്കുന്നതും പിന്നെ ജിമ്മിൽ പോകുന്നതും. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? ഈ ലുക്ക് വെച്ചാണ് ആളുകൾ പൊതുവെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം നമ്മളൊരു ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു ആനിമലാണ്. നമുക്ക് കാഴ്ചയാണ് പ്രധാനം, മണവും ടച്ചും ഒക്കെ പിന്നെ സെക്കൻഡറിയാണ്. ഒരാളെ കാണുമ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് അയാളെ കാഴ്ചയ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ഇൻഡസ്ട്രിയൊക്കെ ഇത്രയധികം, അതിന് ഒരു തെറ്റും ആരോടും പറയേണ്ട കാര്യമില്ല. അത് നമ്മളുടെ സഹജമായിട്ടുള്ളൊരു വാസനയാണ്, കാഴ്ചയ്ക്കാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? ജാതിയാണോ? പ്രശ്നമല്ല, പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. ചിലർ പല രീതി പറയും, കറുപ്പ് എന്താണ് അഭിമാനമാണ് ഇവർ പറയുന്നുണ്ട്. ഇവർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയണം. എന്താണ്? തൻ്റെ പോസ്റ്റിൽ ഇരുണ്ട ചർമ്മത്തിലോടുള്ള ആഴത്തിലുള്ള പക്ഷപാതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ഒരു കുട്ടിക്കാല കഥ പങ്കുവെക്കുകയും ചെയ്തു. 4 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ തൻ്റെ അമ്മയോട് തനിക്ക് വെളുത്ത ചർമ്മമുള്ളവളാകാൻ വീണ്ടും ജന്മം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അമ്മേ, എന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസവിക്കാവോ, എന്നെ ഒന്ന് വെളുപ്പിക്കാമോ എന്ന് ഈ കുട്ടി ആവശ്യപ്പെട്ടു. അതിന് ട്രോമയുണ്ട്, അത് സഫർ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് കിടക്കണ്ട. ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം പല രീതിയിലും ഇവിടെ ഇതിനകത്തിരിക്കുന്നതിൽ അങ്ങനെ ഒരു സായിപ്പന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കേസെന്ന്. പക്ഷേ ഞാൻ അതിലേക്ക് വരുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ പ്രശ്നം ലുക്കിസുമായി ബന്ധപ്പെട്ട, വർണ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിലവർ വിവേചനം അവരെ മാറ്റി നിർത്തുന്നുണ്ടാവില്ല ഒരു പുതിയ ഭരണഘടനയൊക്കെ വന്നതിന് ശേഷം. പക്ഷേ അത് വളരെ സൈലൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫീൽ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇവരുടെ ജാതി ഏതാ? അതാണൊരു ചോദ്യം. ഇതൊക്കെ വേണേൽ പരീക്ഷിച്ച് നോക്കി, PSC ഒക്കെ നോക്കി ഇവരുടെ ജാതി കണ്ടുപിടിക്കാം. ഇനി ഇപ്പോൾ ആളുകൾ സ്ഥിരം ചോദിക്കുന്ന കാര്യം, എന്നോട് സ്ഥിരം ആളുകൾ ചോദിക്കാം, എസൻസ് ഒക്കെ പറയുന്നു, ജാതി പറയാതിരുന്നാൽ, ജാതി ചോദിക്കാതിരുന്നാൽ ജാതി അങ്ങ് പോവും. ഇവന്മാർ എന്തൊരു ദാഷികളാണ്. ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതിരുന്നാൽ ജാതി പോകും. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്.
വിൽ കാസ്റ്റ് സിസ്റ്റം ഡിസപ്പിയർ ഇഫ് യു ഡോണ്ട് റെഫർ ടു ഇറ്റ്. അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ തന്നെ അങ്ങ് പോകുമോ? അപ്പോൾ നമ്മൾ നോക്കണം എന്താണ്, ഒരു കെട്ടിടം താങ്ങി നിർത്തിയിരിക്കുന്ന 4 തൂണുകളാണെന്ന് ഇരിക്കട്ടെ. ആ തൂണുകളിൽ ഓരോന്നോരോന്നായിട്ട് വെട്ടിയിടുമ്പോൾ കെട്ടിടം താഴെ വീഴും. അതിൻ്റെ വേരുകൾ നോക്കുക. എങ്ങനെയാണ് ജാതി ഉണ്ടായത്? സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്, സൂപ്പർസ്റ്റിഷനാണ്. അപ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുണ്ടാക്കിയതാണ്, ചോദിച്ചുണ്ടാക്കിയതാണ്, നിലനിർത്തുന്നതാണ്. അപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതിരുന്നാൽ ജാതി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പോകും. കാരണം അങ്ങനെ ഇതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒരു കാര്യത്തിൻ്റെ നിർമ്മാണ വസ്തുക്കളെല്ലാം നമ്മൾ വേർതിരിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ വസ്തു ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള യുക്തിയാണ്. എന്നാലും നിലനിൽക്കുന്ന ഒന്നുമില്ല. അത് ആത്മീയവാദമാണ്. പറഞ്ഞ് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ചോദിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നിലനിർത്തുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ സർക്കാർ ചോദിക്കും, നമ്മളതിനെക്കുറിച്ച് പറയും, നമ്മൾ പഴയ കഥകളൊക്കെ ഇറക്കും, നമ്മൾ റിപ്രഷനെ കുറിച്ച് പറയും, ചിലർ പഴയ മാഹാത്മ്യത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം തന്നെ ജാതിയെ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. ജാതി സാഹിത്യം ജാതിയെ നിലനിർത്തുന്നതാണ്. കാരണം നിങ്ങളിങ്ങനെ പതപ്പിച്ച് നിർത്തുകയാണ്, പോകാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി ആരും ചോദിക്കുകയില്ല, നിങ്ങളുടെ ജാതി ആരോടും പറയുകയില്ല. നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. കാര്യം നിങ്ങൾക്ക് ഈ ജാതി ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സംഗതി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യം, ജാതി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ജാതി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ജാതി പൂക്കളും പറഞ്ഞ അതേ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ജാതി സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യരെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതി സംവരണം. സിമ്പിൾ, കൂടുതൽ വളച്ചുകെട്ടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ ജാതിപരമായ ആനുകൂല്യങ്ങൾ, പിന്നെ വേറൊന്നുണ്ട് ജാതിപരമായിട്ടുള്ള പ്രിവിലേജുകൾ. ജാതിപരമായ പ്രിവിലേജ് ഡിസ്ക്രിമിനേഷനിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, പഴയ നമ്പൂതിരി ആയിരുന്നു ഈ ഭൂമിയെല്ലാം ഓൺ ചെയ്തിരുന്നത്, ജന്മിയായിരുന്നു. ജന്മം കൊണ്ട് തന്നെ അയാൾ അതിൻ്റെ ഓണറാകുകയാണ്, പിന്നെ അയാളെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര കാടൻ വ്യവസ്ഥകളാണ്, ഇൻഹ്യൂമനായിട്ടുള്ള അവസ്ഥകളാണ്. ഇത് നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്ത് കഴിഞ്ഞിട്ട് ആ പ്രിവിലേജുകളെല്ലാം നമ്മൾ റദ്ദാക്കിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ വീണ്ടും നമ്മളതിൻ്റെ റിവേഴ്സായിട്ട് വീണ്ടും റീസൈക്ലിംഗ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് നിങ്ങളുടെ മുൻ തലമുറക്കാർ അങ്ങനെയൊക്കെ അനുഭവിച്ചല്ലേ, എന്നാൽ ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ പിൻതലമുറക്കാർക്ക് കുറച്ച് ശിക്ഷ തരാം. അതൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ ഈ സംവരണത്തിൻ്റെ അടിസ്ഥാന സമവാക്യം എന്താണ്? ട്രൈബലിസമാണ്. ട്രൈബലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഒരു കൂട്ടം, ഈ കൂട്ടത്തിന് മുഴുവൻ, കൂട്ടത്തിരിക്കുന്ന എല്ലാവരും ഒരേപോലെയാണ്. അതായത് ഒരു ചാക്ക് കശുവണ്ടി പോലെ, അല്ലെങ്കിൽ ഒരു ലോറി നിറയുള്ള പാക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ട്രക്ക് നിറയെ തേങ്ങ. എല്ലാ തേങ്ങയും തേങ്ങയാണ്, ഇതിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. ചില ആൾക്കാർ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും തെക്കരൊക്കെ വളരെ മോശമാണ്, വടക്കരൊക്കെ നല്ലതാണ്. ഈ അടുത്തിടെ എൻ്റെയൊക്കെ ഈ ലൈവിലൊക്കെ സ്ഥിരം ആളുകൾ ചോദിക്കും, സാറേ ഈ കൊല്ലംകാരനാണെന്നല്ലോ പപ്പടം കിട്ടുമെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചാൽ എന്തുവാണ്, ഈ അടുത്തിടെ വന്ന ഒരു സാധനമാണ് കൊല്ലവും പപ്പടവുമായിട്ടുള്ള ഏതോ ഒരു സംഭവം. അപ്പോൾ സ്ഥിരം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്കത് തമാശയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ കൊല്ലത്തുകാരനാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെയൊക്കെ ലൈവിൽ വന്ന് ആളുകൾ ചോദിക്കുകയാണ്, കൊല്ലവും പപ്പടവുമായിട്ട് അവിടെ എന്തോ അടി നടന്നു. പിന്നെ ഈ പപ്പടടിയും അച്ചാറടിയും പിന്നെ പഴവടിയൊക്കെ വേറെ കേരളത്തിൽ പലയിടത്തും നടന്നു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു സംഭവം ഉണ്ടായിട്ട് അത് പറഞ്ഞ് അതിനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കുന്നു, ജനറലൈസേഷൻ ഉണ്ടാക്കുന്നു. അതിന് അടുത്ത ആൾ പറയും ഇതൊന്നും അറിയാത്ത ഒരു 10 വർഷം കഴിഞ്ഞ ഒരു കൊല്ലമാണ്, ശരി, പപ്പടമൊക്കെ കിട്ടുമോ? ഞാൻ എന്ത് പപ്പടം, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിതൊന്നും കേട്ടില്ല, ഞാൻ അന്ന് ജീവിച്ചിരുന്ന ആളല്ല. അല്ല, ഇങ്ങനെ നിങ്ങളെ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പപ്പടം കൊടുക്കാതെ അടിയുണ്ടാക്കും, ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. നോക്കൂ, വെറുതെ നിങ്ങളെ മുന്നിൽ കാണുകയാണ് ഈ സാധനം എങ്ങനെ ഉണ്ടായി വരുന്നത്. ഇതൊരു 4 വർഷമേ ആയുള്ളൂ കൊല്ലം പപ്പടമായിട്ട് ബന്ധമുണ്ടായി. അപ്പോൾ അതൊരു മീമായിട്ട് ഇങ്ങനെ പോകുക. അതാണ് മീമുകൾ എന്ന് പറയുന്നത്. LEF എന്ന് പറഞ്ഞ പ്രഭാഷണമുണ്ട്, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി എന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ജാതി സംവരണത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, നിങ്ങളൊരു ഗ്രാമത്തിലുള്ളവരാണ്, ഒരേ ജനതയാണ്. കുറേ കഴിയുമ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, വണ്ടി മറിയുന്നു, കുറച്ച് പേർക്ക് പരിക്കേൽക്കുന്നു, ആർക്കും മരണമൊന്നുമില്ല, കുറച്ച് പേര് രക്തം പോകുന്നു, കുറച്ച് പേരെ
നിങ്ങളെല്ലായിടത്തും ആശുപത്രി കൊണ്ടുപോകുന്നു, നിങ്ങളെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കെല്ലാം ബ്ലഡും കുത്തിയിടുന്നു, നിങ്ങൾക്കെല്ലാം മരുന്നുകളും തരുന്നു, സമാനമായിട്ടുള്ള എല്ലാ പരിചരണവും. എന്നാൽ ഇതിൽ 2-3 പേർക്കേ പരിക്കുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നല്ല കട്ടക്കിരിക്കുക. അത് നോക്കുന്നില്ല. അത് പറയണമെങ്കിൽ അവർക്കെല്ലാം ബ്ലഡ് കുത്തിവെച്ചാൽ എങ്ങനെ ഉണ്ടാകും? കാരണം ഒരു വണ്ടിയാണ്, ഒരു സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്, ഒരേ ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷെ അവരുടെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. ബ്ലഡ് പോയവന് ബ്ലഡ് കൊടുക്കണം, മുറിവുണ്ടായവന് ബാൻഡേജ് ഇട്ട് കൊടുക്കണം. അതല്ലേ വേണ്ടത്. ഈ ജാതി സംവരണം എന്ന് പറയുന്ന സംഗതി പക്കാ ട്രൈബലിസമാണ്. ഇതിൻ്റെ നഗ്നമായ ലംഘനമാണ്. എല്ലാവർക്കും ബ്ലഡ് കൊടുക്കുകയാണ്. ദിസ് ഈസ് എന്താ പറയുക, ഇതിനാണ് നമ്മൾ കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്നും കളക്റ്റീവ് റിവാർഡെന്നും പറയുന്നത്. അതായത് എല്ലാവർക്കും സമ്മാനം കൊടുക്കുക. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ചില കിറ്റുകളൊക്കെ വന്നു. ഈ കിറ്റുകൾ ആവശ്യമുള്ളവരുണ്ട്, ചിലർക്ക് കിറ്റുകൾ ആവശ്യമില്ല. ഇപ്പോൾ ഗ്യാസിൻ്റെ സബ്സിഡി ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമില്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഈ സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് വോട്ടിൻ്റെ മാർഗമാണ്. എല്ലാവർക്കും കൊടുത്തു, ആരെയും ഒഴിവാക്കുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും അറിയിക്കുന്നില്ല. നമ്മുടെ ടാക്സ് പേയുടെ പൈസ എടുത്താണ് ഇതെല്ലാം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഒരു വർഷമായപ്പോൾ ഈ ഗ്യാസിൻ്റെ സബ്സിഡി തിരിച്ചു തരാൻ താല്പര്യമുള്ളവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഒറിജിനൽ വില വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ 1 കോടിയിലധികം ആൾക്കാരാണ് ആദ്യത്തെ 1.5 വർഷം കൊണ്ടത് വേണ്ടെന്ന് വെച്ചത്. അമിതാഭ് ബച്ചന് വരെ ഗ്യാസിൻ്റെ സബ്സിഡി ആയിരുന്നു, ഷാറുഖ് ഖാൻ വരെ സബ്സിഡി ആയിരുന്നു. അപ്പോൾ ജാതി സംവരണത്തിൽ അങ്ങനെയില്ല. അതിൻ്റെ അടിസ്ഥാന സമവാക്യം എന്ന് പറഞ്ഞാൽ ട്രൈബലിസമാണ്, കളക്റ്റീവ് റിവാർഡ്, എല്ലാവർക്കും കൊടുക്കുക. അത് നോക്കുന്നത് എങ്ങനെയാണ്? ജാതി നോക്കി, ജാതി മാത്രമാണ് ഒരു അടിസ്ഥാനം. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം, ഈ കാസ്റ്റ് സാഹിത്യത്തിലെ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ജാതി പറയാതിരുന്നാൽ ജാതി ഇല്ലാതാകുമെങ്കിൽ മതം പറയാതിരുന്നാൽ മതം ഇല്ലാതാകില്ലേ? പലരും ചോദിക്കും. വലിയ ചോദ്യമാണ്. ആക്ച്വലി ഇതൊരു LKG ക്വസ്റ്റ്യനാണ്, എന്നാലും അവർ പലരും ചോദിക്കാറുണ്ട്. ഞാനിത് പല തവണകൾ പല സമയങ്ങളിൽ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ജാതി ചോദിക്കുകയും പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജാതി പോകുമെങ്കിൽ മതം ചോദിക്കുകയും പറയാതിരിക്കുകയും ചെയ്താൽ മതവും പോകും. കാര്യം രണ്ടും സെയിമാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഈ ജാതി വിമർശനം എന്തിനാണെന്നാണ്. ജാതി വിമർശനം എന്ന് പറഞ്ഞാൽ ജാതി ചോദിക്കലല്ല, പറയലല്ല. അതിൻ്റെ ആശയ പരിസരങ്ങളെയും അതിൻ്റെ സെർബ്രലായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ചിന്തകളെയും പരിഷ്കരിക്കുകയോ പുതുക്കി പണിയുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന ഒരു ചിന്താ വ്യാപാരമാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ ജാതി പറയലല്ല, ജാതി ചോദിക്കലുമല്ല. മതത്തിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യുന്നത്? മതം നല്ലതാണ്, മതം അനശ്വരമാണ്, നിലനിൽക്കും എന്നാണോ പറയുന്നത്? മതം മോശമാണ് എന്നാണ് പറയുന്നത്. അതൊരു അന്ധവിശ്വാസമാണെന്നാണ് പറയുന്നത്. അത് ആളുകളെ വിഭജിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇത് ചോദിക്കുക പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊമോഷനാണ്. വിമർശനം എന്ന് പറയുന്നത് അതല്ല, അതിൻ്റെ അനൈലേഷൻ, നാശമാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ചോദ്യം തന്നെ ഒരു ഫോൾസ് ആയിട്ടുള്ള ചോദ്യമാണ്. ജാതി ചോദിക്കുക പറയുക എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് മതം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഈ മതത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെയല്ലേ മതം ചോദിക്കുന്നത് കൊണ്ടും മതം പറയുന്നത് കൊണ്ടും മതം ഫീൽ ചെയ്യുന്നു, മതപരമായ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പഹൽഗാമിൽ നടന്ന എന്താണ്? നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മതമാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നല്ലവനാണോ, നിങ്ങൾ ചാരിറ്റി നടത്തുന്നവനാണോ, ബുദ്ധിമാനാണോ, ഇതൊന്നുമല്ല നോക്കുന്നത്. നിങ്ങളുടെ മതം നോക്കിയാണ് നിങ്ങൾ ജീവിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മതം ചോദിക്കുന്നുണ്ടല്ലേ? മതം ചോദിച്ചില്ലേ അവിടെ പ്രശ്നമുണ്ടോ? പക്ഷെ വിമർശനം എന്ന് പറയുന്നത് ഇതല്ലേ. അവരിത് കൂട്ടിക്കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. മതത്തെക്കുറിച്ച് സംസാരിക്കലെന്ന് പറഞ്ഞാൽ മതപോഷണം അല്ല നമ്മൾ ചെയ്യുന്നത് അതിനെ എതിർക്കുകയാണ്, തകർക്കുകയാണ്. ഒരു അനൈലേഷൻ പ്രോജക്റ്റാണ് മതം സംബന്ധിച്ചും ജാതി സംബന്ധിച്ചും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഫോൾസ് ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഇനി മറ്റൊന്നുള്ളത്, ഇവിടെ ജാതി ഇല്ല എന്ന് പറയുന്നവർ വിവാഹ പരസ്യങ്ങൾ കാണാത്തവരാണോ? അവിടെ SC ST ഒഴികെ എന്നെഴുതുന്നത് എന്തുകൊണ്ട്? ഇതാണ് ഇവിടുത്തെ റിസർവേഷൻ നിലനിർത്താനായിട്ട് വളരെ പരമ്പരാഗതമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം. വിവാഹ പരസ്യങ്ങളിൽ SC ST ഒഴികെ എന്ന് പറഞ്ഞു വരുന്നു. ഞാൻ ഒന്നാമത്തെ എൻ്റെ ചോദ്യം, ഇന്ത്യയിൽ 1989 SC ST അട്രോഷ്യസ് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്. 1989 അതനുസരിച്ച് ഈ SC ST വിഭാഗങ്ങൾക്കെതിരെ എന്തെങ്കിലും വിവേചനപരമായിട്ടുള്ള റെഫറൻസോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള എന്തെങ്കിലും പരാമർശമോ ഒക്കെ നടത്തുന്നത് കുറ്റകരമാണ്. 6 മാസം മുതൽ 5 വർഷം വരെ ശിക്ഷ കിട്ടാം. നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഇങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ഇതിന് നിയമപരമായ ഒരു പരിഹാരം ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു പരസ്യം, ഇന്ന വാരിക അല്ലെ ഇന്ന മാട്രിമോണിയൽ
SC ST ഒഴികെ, എന്താ SC STക്കാർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണല്ലോ അതിനകത്ത് വരുന്നത്. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ലീഗലി പ്രൊസീഡ് ചെയ്യാം. ആ വരിക്കാരനെ, ആ മാസികക്കാരനെ, അതിൻ്റെ പ്രിൻ്റ് അച്ച് സഹിതമുള്ള സാധനം പൊക്കാം. ഒരൊറ്റ തവണ ചെയ്താൽ മതി, പിന്നെ വേറെ ആരും ഇത് അടിക്കില്ല. അതാണ് സത്യം. 1. 2, ഇത് ഇപ്പോൾ ഉള്ള പരസ്യങ്ങളല്ല. ഞാൻ ഈ പരസ്യങ്ങളെല്ലാം കൂടെ ഒരു ഗൂഗിളിൽ നോക്കിയിട്ട് ഇതൊരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 10-20 വർഷത്തിന് മുമ്പുള്ളതാണ് കൂടുതലും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ SC ST ഒഴികെ എന്ന് പറയുന്നവരിൽ SC STകളും ഉണ്ട്, SC ST ലിസ്റ്റിൽപ്പെട്ടവരും ഉണ്ട്. SC ST എന്ന് പറയുന്ന ഒരു കാസ്റ്റ് അല്ലല്ലോ, അങ്ങനെ ഒരു കാസ്റ്റ് ലോകത്തെങ്ങും ഇല്ല. SC ST എന്ന് പറഞ്ഞാൽ കുറേ കാസ്റ്റുകളുടെ ഒരു ലിസ്റ്റാണ്, ഒരു പട്ടികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിവാഹ കാര്യത്തിൽ ജാതി പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജാതി നോക്കിയാണ് കല്യാണം കഴിക്കുന്നത്. ആവശ്യമുള്ള ഒരാൾക്കും, ഉദാഹരണമായിട്ട് നിങ്ങളൊരു കടയിൽ ചായ വെക്കുകയാണ്, വിത്ത് ഷുഗർ, വിത്തൗട്ട് ഷുഗർ എന്ന് 2 രീതിയിൽ ചായ ഉണ്ടെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വിത്ത് ഷുഗർ വേണ്ടവരുള്ളവരുണ്ട്, വിത്തൗട്ട് ഷുഗർ വേണ്ടവരുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. അത് എഴുതി വെക്കുന്നതിൻ്റെ കുഴപ്പമാണോ? ഈ വരുന്നവന് കസ്റ്റമറുടെ ഡിമാൻഡ് ഇതാണ്. ഓരോരുത്തരും അവരുടെ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ എന്നാ കല്യാണം കഴിക്കാനായിട്ട് ഇല്ല, നിങ്ങൾക്ക് മുഴുവൻ ഐശ്വര്യ റായ് തൊട്ട് പിന്നെ ദീപിക പദുകോൺ വരെയുള്ള കുറേ ലിസ്റ്റ് അങ്ങോട്ട് വരിക. പല സ്ഥലങ്ങൾ, പല ജാതി, പല രീതി, ഇതെല്ലാം കൂടെ വെച്ച് നിങ്ങൾ കോടിക്കണക്കിനുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്തായിരിക്കും? നിങ്ങൾ പറയുന്നത് എൻ്റെ ഒരു രീതിയിലുള്ള ഒരെണ്ണം എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അത് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ജാതിയാണ്. അപ്പോൾ പരസ്യത്തിനകത്ത് ജാതി വരും. പിന്നെ SC STയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊരു ക്രൈമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നിരോധിച്ചപ്പെട്ട കാര്യമാണ്. ആർട്ടിക്കിൾ 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പണ്ടുണ്ടായിരുന്നു, പക്ഷേ അന്നും ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതില്ലാതാകും. പിന്നെ വിവാഹ പരസ്യത്തിൽ ജാതി ചോദിക്കുന്നതിന് കാരണം ഇതേ ഉള്ളൂ. ഇവിടെ ആരും, ഒരു ജാതിക്കാരനും സ്വന്തം ജാതിയുടെ പുറത്ത് വിവാഹം കഴിക്കുന്നില്ല. 90% കേസുകൾ, അല്ലെ 95% കേസുകൾ. അപ്പോൾ പിന്നെ അതിനകത്തൊരു ഘടകമല്ലേ. ചില സ്ഥലം ചോദിക്കും, അടുത്തുള്ളതാണോ, കാസർഗോഡാണ്, എന്നാൽ വേണ്ട എന്ന് പറയും. ചില നിറം ചോദിക്കത്തില്ലേ. ഇതെല്ലാം രസം. വിവാഹ പരസ്യത്തിൽ ജാതി ചോദിക്കുന്നതാണ് വിഷയം എന്ന് നമ്മൾ പറയുന്നു. അതിനകത്ത് ആദ്യം എഴുതി എന്താണ്? ഇരുണ്ട നിറം, മറ്റേ നിറം, മറിച്ചേ നിറം, വെളുത്ത നിറം, വെട്ടിത്തിളങ്ങുന്നു, എന്തൊക്കെയാണ് എഴുതുന്നത്? അത് വർണ്ണാന്തത എന്തോ പറയുന്നത്, വർണ്ണ വിവേചനമല്ലേ അത്? വർണ്ണവിവേചനമാണോ അല്ലേ അത്? ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കരാറിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നു എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പറയാം വിവാഹ പരസ്യം പുരുഷൻ X, മറ്റേത് ജീന്, ഇങ്ങനെയൊക്കെ പറഞ്ഞു യാതൊരു രീതിയിൽ സ്ഥലമൊന്നുമില്ല, ഒന്നും വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് എന്തോ ഒരു സാധനം കണ്ട ഒരു XYZ പോലെ, അത് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കും. അപ്പോൾ അവ ഇതെല്ലാം പറയും. അതായത് വിവാഹ പരസ്യങ്ങളിൽ ജാതി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പരസ്യക്കാരുടെ കുഴപ്പമല്ല, ഇത് ഈ വായിക്കുന്നവന് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഇതൊരു കമ്മോഡിറ്റി ആയിട്ടാണ് വരുന്നത് ഒരു പരസ്യം. ഇത് നിങ്ങൾ കാണുന്ന നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനകാര്യമന്ത്രി, 2024 ജൂലൈയിൽ ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗം നടക്കുമ്പോൾ ഈ സംവരണം സംബന്ധിച്ചൊരു വിഷയം വന്നപ്പോൾ അവർ നടത്തിയൊരു പ്രതികരണമാണ്. അവർ പറഞ്ഞ ഇതാണ്, ഈ കോൺഗ്രസ് പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഒരുപാട് വിമർശനം വന്നു, OBCകളെ BJP തള്ളുന്നു എന്നും പറഞ്ഞ് വിമർശനം വന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ OBC തള്ളുന്നവരല്ല, ഞങ്ങളുടെ പ്രധാനമന്ത്രി OBC ആണ്, ഞങ്ങളുടെ പ്രസിഡന്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ മന്ത്രിമാർ ഇത്ര പേര് OBC ആണ്, ഞങ്ങളുടെ MP മാർ ഏറ്റവും കൂടുതൽ MP മാർ OBC ഉള്ളത് BJPക്കാണ്, കൂടുതൽ SC ST MP മാരുള്ള BJPക്ക്, ഇങ്ങനെ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുകയാണ്. ഒരു സ്ലോഗൻ, ഒരു ഇത് അവർ പറയുകയാണ്, I dislike any kind of reservation, more particularly in service. ഞാൻ എല്ലാത്തരം സംവരണത്തെ എതിർക്കുന്നു, വിശേഷിച്ചും സർവീസിൽ. I react strongly against anything which leads to the inefficiency and second-rate standards. രണ്ടാംകിട മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്ന, രണ്ടാംകിട വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന എന്തിനേയും ഞാൻ എതിർക്കുന്നു, ഞാൻ എല്ലാത്തരം റിസർവേഷനെയും എതിർക്കുന്നു എന്ന് പറഞ്ഞൊരു കോട്ട്, ഒരു ഉദ്ധരണി. ഇത് ആരാ നടത്തിയെന്നറിയാമോ? ഇത് പണ്ഡിറ്റ് നെഹ്റു 1961 ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് അയച്ച ഒരു കത്താണിത്.
ഞാൻ ആ കത്ത് അടുത്തതിനകത്ത് കാണിക്കാം. ഞാൻ എല്ലാത്തരം റിസർവേഷനെ എതിർക്കുന്നു. റിസർവേഷന് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യക്ഷമത, മികവ്, നൈപുണ്യം, ഇതാണ് അവിടെ ഇല്ലാതാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ നോക്കുന്ന ജാതിയാണ്. ജാതിപ്പെട്ടതാണോ കയറിക്കോ, ജാതിപ്പെട്ടനല്ലോ, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം, താല്പര്യമുണ്ട്, അത് കുഴപ്പമില്ല, നീ ജാതി ഉണ്ടോ, ഈ ജനനം മാത്രമാണ് നോക്കുന്നത്. എത്ര പ്രിമിറ്റീവും പ്രാകൃതമായിട്ടുള്ള കാര്യം. അപ്പം നെഹ്റു പറഞ്ഞാണ് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി 1971 പറഞ്ഞൊരു പ്രസ്താവന, ന ജാത് പർ ന പാത് പർ മൊഹർ ലഗേഗ ഹാത്ത് പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീദർ ഓൺ കാസ്റ്റ് നോർ ഓൺ ലീഫ് ദ സ്റ്റാമ്പ് വിൽ ബി ഓൺ ദ ഹാൻഡ്. അതായത് ജാതിയിലോ ഇലയിലോ അല്ല വോട്ട് ചെയ്യേണ്ടത്, കയ്യിലാണെന്നാണ്. ഈ ഇല എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസ് യുവിൻ്റെ ചിഹ്നമാണ് ഇല. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം പശുവും കിടാവുമാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇലയിലും അല്ല, നൈദർ ഓൺ കാസ്റ്റ്, ജാതിയിലും അല്ല. ജാതി നോക്കിയല്ല, ഇല നോക്കിയല്ല ചെയ്യേണ്ടത്, കൈ നോക്കിയാണ്. കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് ഉദ്ദേശിച്ചത് നൈപുണ്യം, വൈദഗ്ധ്യം എന്നുള്ള അർത്ഥത്തിലാണ്, മികവ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അവർ കൈ എന്ന് പറയുന്നത് അവരെ ചിഹ്നമാക്കുകയും ചെയ്തു. 80-ലാണെന്ന് തോന്നുന്നു, 1980. അത് ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം. രാജീവ് ഗാന്ധി പറഞ്ഞത് 1985 അലോക് മേത്ത ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ രാജീവ് ഗാന്ധി പറഞ്ഞത്, നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ ആൻഡ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ വുഡ് ഹാം എൻ്റയർ കൺട്രി. ഇഡിയറ്റ്സുകളെ സമ്പന്നത്തിൻ്റെ പേരിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്താൽ രാജ്യം അപകടത്തിലാവും, രാജീവ് ഗാന്ധി പറഞ്ഞു. അപ്പോൾ നെഹ്റു, മകൾ ഇന്ദിരാഗാന്ധി, മകൻ രാജീവ് ഗാന്ധി, അത് കഴിഞ്ഞിട്ട് അവരുടെ മകൻ, രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കുക, ഇവിടെ നോക്കൂ. ഇപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി എത്ര കാസ്റ്റ് സെൻസസ് എടുക്കണം, എത്ര ജനങ്ങളുണ്ടോ അത്രയും റെപ്രസെൻറ്റേഷൻ, ജനങ്ങളനുസരിച്ച്, എണ്ണം അനുസരിച്ച് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ കത്ത് നിങ്ങൾ നോക്കൂ, എക്കണോമിക് ടൈംസ് 2008 റീപ്രൊഡ്യൂസ് ചെയ്തതാണ്. എംപവർ ത്രൂ എഡ്യൂക്കേഷൻ നോട്ട് റിസർവേഷൻ. ശക്തരാകുന്നത് എഡ്യൂക്കേഷൻ കൊടുത്താണ്. കാര്യം ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളുടെ സമത്വമാണ് പറയുന്നത്, ഔട്ട്കമ്മിൻ്റെ സമത്വം അല്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്ന ഇതാണ്. എഡ്യൂക്കേഷൻ കൊടുക്കുക, സഹായം കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഔഷധം കൊടുക്കുക, അവരെ പരിശീലിപ്പിക്കുക, സൗജന്യമായി ട്രെയിനിങ് നടത്തുക, എല്ലാം ചെയ്യുക. പക്ഷേ അവർ അതിനകത്ത് നിപുണത കൈവരിക്കണം, അവർക്കതിനകത്ത് താല്പര്യം ഉണ്ടാവണം. അല്ല ചുമ്മാ ഇന്ന ജാതി പറഞ്ഞു എന്നാൽ കയറിക്കോ എന്നല്ല പറയേണ്ടത് എന്നാണ് നെഹ്റു പറഞ്ഞത്. സി ദാറ്റ്സ് എ പോയിന്റ്. ഇന്നിപ്പോൾ നമ്മൾ ചൈനയെക്കുറിച്ച് പറയുന്നു. ചൈന ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യമാണ്, ഒരു കമാൻഡ് എക്കോണമിയാണ്. അവിടെ ഒരു കാര്യങ്ങളൊക്കെ, ഒരു പാലം നിർമ്മിക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട്, അല്ലെങ്കിൽ നിമിഷം ഞാനൊരു എക്സ്ട്രാജറേറ്ററായിട്ട് പറഞ്ഞാണ്, അവർക്ക് കഴിയും. നമുക്ക് അതേ പാലം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ 10 വർഷം എടുക്കും. നമ്മളവിടെ ഒരുപാട് പ്രശ്നങ്ങളും നൂലാമൂലകളും ഒക്കെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, സമയം പോകും. ഇപ്പോൾ ചൈന ലോകത്ത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുക. ഇപ്പോൾ ഡ്രോൺസ്, ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുന്ന ഡ്രോൺസ് ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്ന 1000-ങ്ങളും 10,000-ങ്ങളും അല്ല, മില്യൺസ് ഓഫ് ഡ്രോൺസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മില്യൺസ്, 10 ലക്ഷം എന്നാണ് മില്യൻ്റെ അർത്ഥം. അമ്മാതിരി ഡ്രോൺസ് ആണ്. അത്രയ്ക്ക് അവർക്ക് കഴിയുന്നുണ്ട്. കാരണം എന്താണ്? അവർ ബേസിക്കലി എഫിഷ്യൻസിയാണ് നോക്കുന്നത്. പിന്നെ അവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഒരു രാജ്യവും അതിൻ്റെ യഥാർത്ഥ കഴിവെന്ന് പറയുന്നതുകൊണ്ട് താല്പര്യമുണ്ടെന്ന് പറയും. ചിലർക്ക് കഴിവുണ്ടാവാം, താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവാം, അത്രയ്ക്ക് കഴിവുണ്ടാവില്ല. ഇതെല്ലാം കൂടെ വേണം നമുക്കൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ള, ഏറ്റവും ഗതിയും ലൈനും ലെങ്തും ഒക്കെ ഉള്ള ബൗളേഴ്സാണ് ഇന്ത്യക്ക് വേണ്ടി എറിയേണ്ടത്. ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരാണ് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യേണ്ടത്. എങ്കിലേ ഇന്ത്യ ജയിക്കൂ, എങ്കിലേ നമ്മുടെ സമൂഹം മെച്ചപ്പെടൂ, എങ്കിലേ IPL ഉണ്ടാവൂ, എങ്കിലേ ഓരോരുത്തർക്ക് കോൺട്രാക്റ്റ് കിട്ടൂ. സമ്പത്തുണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്കിന് സഹായമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, മോർ പർട്ടിക്കുലർലി ഇൻ സർവീസ്. ഐ റിയാക്ട് സ്ട്രോങ്ലി അഗേൻസ്റ്റ് എനിത്തിങ് വിച്ച് ലീഡ്സ് ടു inefficiency and second-rate standards. The moment we encourage second-rate, we are lost.
ഞാൻ എന്തുകൊണ്ടാണ് നെഹ്റുവിനെ ഈ ഇന്ത്യ കഴിഞ്ഞ പരിപാടിയിൽ ഞാൻ പറഞ്ഞു, ജനാധിപത്യ വിരുദ്ധമായി പട്ടേലിനെ തള്ളിക്കൊണ്ട് നെഹ്റുവിനെ ഗാന്ധി നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്. ഭൂരിഭാഗം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളും തള്ളിക്കളഞ്ഞ നെഹ്റുവിനെയാണ് പട്ടേലിനെയാണ് എല്ലാവരും അനുകൂലിച്ചത്. മൗലാന ആസാദിൻ്റെ ഒരു ഓട്ടം കണ്ടാണ് കഷ്ടിച്ച് കിട്ടിയെന്നും കിട്ടിയില്ലെന്നും പറയുന്നു നെഹ്റുവിന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വിഷൻ അങ്ങനെയായിരുന്നു. നെഹ്റുവിനെ കിട്ടിയതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം ഇതാണ്, പുള്ളി പറഞ്ഞ കാര്യം ഇതാണ്: ദ മൊമെന്റ് വി എൻകറേജ് ദ സെക്കൻഡ് റേറ്റ് വി ആർ ലോസ്റ്റ്. നമ്മളപ്പം തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് ശരി. The only real way to help the backward group is to give opportunities of good education, especially technical education. സാങ്കേതിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. But if we go for reservation on communal and caste basis, we swarm the bright. നൈപുണ്യത്തെ, കഴിവിനെ നമ്മൾ പൊതക്കിയാണ്, ചവിട്ടി താഴ്ത്തുകയാണ്. And able people remain second rate and third rate. കഴിവുള്ളവന് സെക്കൻഡ് റേറ്റ്. അത് ഏത് ജാതിപ്പെട്ടവനായിക്കോട്ടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജാതി, ഇപ്പോൾ റിസർവേഷൻ ഉള്ള ജാതിയാലും ഇല്ലാത്ത ജാതിയാണെങ്കിലും കഴിവുള്ളവനാണെങ്കിൽ കഴിവുള്ളവൻ കയറി വരും. ഇവിടെ കഴിവുള്ളവനല്ലല്ലോ നോക്കുന്നത്, താല്പര്യമുള്ളവനെ അല്ല നോക്കുന്നത്, ശേഷിയുള്ളവനെ അല്ല നോക്കുന്നത്. അതാണ് സെക്കൻഡ് റേറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. ദിസ് വേ ഇസ് നോട്ട് ഓൺലി ഫോളി ബട്ട് ഡിസാസ്റ്റർ. വമ്പൻ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെറ്റ് us help the backward groups by all means but never at the cost of efficiency. അവരെ റെപ്രസെൻറ്റ് ചെയ്യല്ല. ബാക്ക്വേർഡായിട്ട് വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരെ വെറുതെ റെപ്രസെൻറ്റ് ചെയ്യാതെ അവരെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ദേ ആർ ഈക്വൽ. ഇൻ എവറി സെൻസ് ദേ ആർ ഈക്വൽ. നിനക്കൊരു സ്ഥാനമുണ്ട്, നീ ഇവിടെ വന്നാൽ മതി എന്ന് പറയുന്നതും നീ ഇവിടെ ഓടിയെത്തണം എന്ന് പറയുന്നതും തമ്മിൽ അവനിൽ രണ്ട് വ്യത്യാസം. അവൻ ഓടിയെത്തണമെങ്കിൽ അവൻ ഓടും, പഠിക്കും, അവന് വരാമല്ലോ. ആരും ആളുകൾ നമ്മൾ എസെൻഷ്യലി എന്താ വിശ്വസിക്കുന്നത്? ഒരു എല്ലാവർക്കും ഒരേ കഴിവും ശേഷിയും ഒക്കെ ഉണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്, നല്ലവരും ചീത്തയും കഴിവുള്ളവരും ഇല്ലാത്തവരും എന്നുള്ളതാണ് വാദം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് റേഷ്യൽ ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ്, അത് റേസിസമാണ്. നിങ്ങൾ ആരോപിക്കുകയാണ് അവർക്ക് അങ്ങനെ ഒരു കഴിവില്ല, അവരെ എപ്പോഴും ഇങ്ങനെ താങ്ങിയും പ്രൊമോട്ട് ചെയ്തെങ്കിലേ വരൂ. ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. നെഹ്റുവിൻ്റെ ഒരു പുരോഗമന സമീപനം എന്ന് പറഞ്ഞതാണ് എല്ലാവരും തുല്യരാണ് എന്നുവെച്ചാൽ എല്ലാ ഗ്രൂപ്പുകളിലും നല്ലവരും ചീത്തരും ശക്തരും ബുദ്ധിമാന്മാരും അല്ലാത്തവരും. ഉദാഹരണമായിട്ട് ആളുകൾ പറയും പട്ടരെല്ലാം ഭയങ്കര കണക്കിൽ. ഒന്നുമല്ല, പട്ടരിൽ പൊട്ടരില്ല, അണ്ടമാനമുണ്ട്. അല്ല, അവരെ ഉള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു, കണ്ടമാനം ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഒരു ഏരിയയിൽ ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരവിടെ ഫോക്കസ് ചെയ്ത് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. എങ്ങനെ മത്സ്യബന്ധന തൊഴിലാളികൾ എല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ, സമൂഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയോരങ്ങളിൽ വസിക്കുന്നില്ല. മലയോരങ്ങളിൽ നിങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളെയോ അതിൽ വൈദഗ്ധ്യമുള്ളവരെ കാണുന്നില്ല. എന്തുകൊണ്ട്? സിമ്പിൾ. ഇതാണ് നെഹ്റുവിൻ്റെ കത്ത്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചു കൊടുത്താൽ ഇന്ന് എവിടെ നിന്ന് നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് സംവരണം, സംവരണത്തിൻ്റെ മേൽ സംവരണം, സംവരണം ഇല്ലാത്തവർക്ക് സംവരണം, ജാതി ഇല്ലാത്തവർക്ക് സംവരണം. ഇപ്പോൾ ചോദ്യങ്ങളൊക്കെയാണ്, ജാതി ഇല്ലാത്തവർക്ക് സംവരണം, ജാതി ഇല്ലെന്ന് പറയുന്നതിന് പ്രത്യേക സംവരണം. ഞാൻ അമേരിക്ക ചെന്നപ്പോഴും ഒരാൾ എനിക്ക് ചോദിച്ചു, ഈ ജാതി ഇല്ലെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ സംവരണം ഉണ്ടോയെന്ന്, ഇന്ത്യയിലെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ജാതി ഇല്ലെന്ന് പറയുന്നതിന് സംവരണമില്ല, ഏതെങ്കിലും ജാതി അവകാശപ്പെടുന്ന ജാതി ഇല്ലെന്ന് പറയുന്നതിന് സംവരണമുണ്ട്. കാര്യം ഞാൻ ജാതി രഹിതനാണ്, പക്ഷേ നിങ്ങൾ എന്താണ് എഴുതി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് EWSയിൽ സംവരണം കിട്ടും. ഇപ്പോൾ ആ നെഹ്റുവിൻ്റെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഇത് ഇത്രയും നാള് ഈ കോൺഗ്രസ്സിന് ഒരു ചിന്തയുണ്ട്, അതായത് അവരുടെ പാപ്പം അവരുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയത് ഈ ജാതി രാഷ്ട്രീയമാണ്, VP സിംഗ് ആണ്, മണ്ഡൽ കമ്മീഷനാണെന്നുള്ള ഒരു ബോധം, ഒരു ബോധം അല്ലെങ്കിൽ ധാരണയോ തെറ്റിദ്ധാരണയോ അവർക്കുണ്ട്. അപ്പോൾ അവർ നോക്കുന്നത് എന്താണോ VP സിംഗ് ചെയ്തത് അത് തിരിച്ചു പിടിക്കുക, കുറേ ജാതി പറയുക, ജാതി എടുപ്പം. രാഹുൽ ഗാന്ധി ഈ ഘോഷയാത്രയൊക്കെ നടത്തുമ്പോൾ നടുക്ക് തടഞ്ഞു നിർത്തിയിട്ട് നിൻ്റെ ജാതി ഏതാണ് എന്നൊക്കെ പരസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ജാതി ഏതാണ് പറയൂ, നിങ്ങൾ OBC ആണോ? വളരെ സില്ലിയാണ് സത്യത്തിൽ. നമ്മൾ പ്രധാനമന്ത്രി മെറ്റീരിയലായിട്ടൊക്കെ കരുതുന്ന ഒരാളാണ്. ജാതി ചോദിക്കുക, പറയുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് ജിത്തനി ആബാദി ഉത്തനി ഹക്ക്, എത്രയുണ്ടോ ജനസംഖ്യ അത്രയ്ക്കും ആൾ വേണം. അങ്ങനെയാണെങ്കിൽ
രാഹുൽ ഗാന്ധി ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണ്? പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി എവിടെയോ പറഞ്ഞുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്. ആയിക്കോട്ടെ, എനിക്കറിയില്ല. വേറെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി വഴി നോക്കുകയാണെങ്കിൽ ഹീസ് എ ക്രിസ്ത്യൻ. ഓക്കെ, അച്ഛൻ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷേ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് 2% ഉള്ളൂ, ബ്രാഹ്മിൺസ് ഒരു 5% താഴെ ഉള്ളൂ. എങ്ങനെ രാജീവ് ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ ലീഡറായിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ പ്രധാനമന്ത്രിയാവാൻ പറ്റും? റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എണ്ണം വെച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഇത് എല്ലാ പാർട്ടികളിലും തന്നെ അവസ്ഥ. നിങ്ങൾ ഈ OBC എന്നൊക്കെ പറയുന്ന കേട്ടില്ല? ഞാനൊരു OBC ആണെന്ന് ഒരാൾ പറയുന്ന കേട്ടില്ല? ഏതാണ്ട് 5000 മുതൽ 6000 ജാതികളാണ് OBC. അതിനെല്ലാം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണോ? ഈ മോദി എന്ന് പറയുന്നൊരു ജാതി OBC അല്ലായിരുന്നു, അത് OBC ആക്കുകയാണ് പിന്നെ ചെയ്തത്. എന്നിട്ട് പറയാം മോദി OBC കാരനാണ് പ്രധാനമന്ത്രി എന്ന് പറയും. അത് വളരെ എളുപ്പമാണ്, ഞാൻ ആ ടെക്നിക്ക് പറയാം. ജനറലായിട്ടിരിക്കുന്ന ഒരു ജാതിയെ പിടിച്ച് OBCയിലോട്ട് ഇടുക, എന്നിട്ട് പറയും OBC കാരൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് നീ OBC കാരൻ എന്ത് പറയുന്നതാന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പോൾ ആക്ച്വലി നമ്മൾ ടെററിസ്റ്റുകൾ, ഐ വിൽ കം ബാക്ക് ടു ദ പഹൽഗാം. ദ ടെററിസ്റ്റ് ആസ്ക് ഫോർ യുവർ റിലീജിയൻ ടു കിൽ യു. നിങ്ങളുടെ ജാതി മതം ചോദിക്കുന്ന എന്തിനാണ് ടെററിസ്റ്റുകൾ? നിങ്ങളെ കൊല്ലാനാ. എനിക്ക് ജീവൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് അറിയാനായിട്ട് ചോദിക്കുന്ന അതാണ്. പക്ഷേ മോദി എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ ജാതി കാസ്റ്റ് സെൻസസ് അവതരിപ്പിച്ചു, RSS സമ്മതിച്ചു എന്നാണ്. RSS ഒക്കെ ഭയങ്കര കാസ്റ്റ്ലെസ് ആണെന്നാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും വാദമൊക്കെ. ഇപ്പോൾ കാസ്റ്റ് സെൻസസ് കൊണ്ടുവരാനായിട്ട് ഈ രാഹുൽ ഗാന്ധി കുറേ നാളായിട്ട് കോൺഗ്രസ് പറയുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഇതെന്തോ പിടിക്കുന്നുണ്ട്, പച്ച പിടിക്കുന്നുണ്ട്, തട്ടിക്കോ തള്ളിക്കോ എന്ന് പറഞ്ഞ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ വരുന്നു, അവിടെ ഒരു കാസ്റ്റ് സെൻസസ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ അവസ്ഥ? നിതീഷ് കുമാർ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയുണ്ട്. പുള്ളി കുറുമി സമുദായക്കാരനാണ്, പുള്ളിയാണ് മുഖ്യമന്ത്രി. പക്ഷേ 5% പോലും ഇല്ല ഈ കുറുമി അവിടെ. പുള്ളി അത് വെച്ചോണ്ടിങ്ങനെ ഇരിക്കുക. ഡേറ്റ വന്ന് എന്ത് ചെയ്യണം? ഡേറ്റയുണ്ട്, ഇത് എന്ത് ചെയ്യണം? ഈ ഡേറ്റ സംതിങ് ലൈക്ക് ഉണക്കത്തേങ്ങ പുറേ പട്ടി. എന്ത് ചെയ്യണമെന്നറിയില്ല. കർണാടകത്തിൽ ഇത് കണക്കിപ്പോൾ ഡേറ്റ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇന്നലെയും മന്ത്രിസഭ കൂടി, ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭ കൂടി, തീരുമാനമാകാതെ പിരിഞ്ഞു. കാര്യം OBC എല്ലാം കൂടെ എണ്ണി നോക്കി വേണം 50%-ലധികം. അന്നേരം ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? വേലി തട്ടിത്തളയാം. അപ്പോൾ 50% റിസർവേഷൻ, ബാക്കി 50% ഓപ്പൺ മെറിറ്റ്. ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഉള്ളതാണത്. അവിടെ ആരും വന്നാലും വന്നില്ലേലും ഒന്നുമില്ല. അപ്പോൾ അത് 10% കൂടി EWS കൊണ്ടുവന്നു. എക്കണോമിക്കലി വീക്കറായിട്ടുള്ള മുന്നോക്ക ജാതികളുടെ സംവരണം 103ാമത്തെ ഭരണഘടനാ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നു. ഇപ്പോൾ 60%. ഇനി ബാക്കി ഒരു 40% ഉണ്ട്. അതുകൂടെ ഒന്ന് നോക്കിയാലോ? ഇവിടെ ഒരു 40%. ചില പഴയ തറവാട്ടിലെ കുറേ കാരണവന്മാരുണ്ട്. എല്ലാം വിറ്റു, വയലും വിറ്റു, അതിൽ നിന്നും വിറ്റു. ഇനി ആകെ ഉള്ളത് തറവാടാണ്. ഇതുകൂടെ അങ്ങ് വിറ്റാൽ എങ്ങനെ ഉണ്ടാവും? നോക്കൂ, മെറിറ്റിൻ്റെ മോർച്ചറിയാക്കി മാറ്റുക. ഇത് പറയുമ്പോൾ ആളുകൾക്ക് സൂഹിക്കില്ല. ബട്ട് ഐ ഡോണ്ട് മൈൻഡ് സേയിങ് ദാറ്റ്. ബിക്കോസ് ഞാൻ എപ്പോഴും നോക്കുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ, അല്ലെ നമ്മൾ ആസ് എ പോപ്പുലേഷൻ നമ്മളൊരു ഫ്യൂച്ചറിലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ എങ്ങനെയാണ് 60%. ഞാനൊരു ചെറിയ കണക്കെടുക്കാം. 1950 ശേഷം 467 കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ കാസ്റ്റുകൾ പുതുതായിട്ട് SC ആയി. അതായത് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇനി കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ 2000 ശേഷം 87 കമ്മ്യൂണിറ്റികൾ. 2000 എന്ന് പറയുമ്പോൾ ഞാൻ PSC ജോലി ചെയ്യുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ് അതിനുശേഷമുള്ള പീരീഡാണ് ഞാൻ പറയുന്നത്. 99-ലായിരുന്നു എൻ്റെ മാരേജ്. അപ്പോൾ അതിനുശേഷം 87 കമ്മ്യൂണിറ്റി SC ST ആയി. അതിനു മുന്നേ OBCയിലോ ജനറലിലോ കിടന്ന 87 പേര് SC ST ആയി. ഇതെങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സംഭവിക്കുന്നത്? 50 ശേഷം ഇന്ത്യ നോക്കുക, എക്കണോമിക്കലായാലും ടെക്നോളജിക്കലായിട്ടും എല്ലാ രംഗത്തും പുരോഗമിച്ചിരിക്കുക. കാസ്റ്റ്ലെസ് ആയിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. അൺടച്ചബിലിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ ബാൻ ചെയ്തു. പിന്നെ ജാതിപരമായിട്ടുള്ള പീഡനങ്ങൾക്കൊക്കെ എതിരെ നിയമങ്ങൾ കൊണ്ടുവന്നു, ഡ്രക്കോണിയൻ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് നോക്കുമ്പോൾ 50 കഴിഞ്ഞപ്പോൾ കാണാം 467 കാസ്റ്റ് പുറകോട്ട് പോകുക. ഇതെന്തൂടെ നമ്മൾ റിഗ്രഷനാണോ? 467 കാസ്റ്റ് SC ST ആവുകയാണ് 50 കഴിഞ്ഞിട്ട്. 2000 കഴിഞ്ഞിട്ട് 87 കാസ്റ്റ് SC ST ആവുകയാണ്. അതിൽ 14 പേര് SCയിലേക്ക് വരികയാണ്.
അപ്പോൾ 2000 വരെ ഒരാൾ ചോദിക്കാം, എന്താണ് നിൻ്റെ കാസ്റ്റ്? എൻ്റെ കാസ്റ്റ് ഇന്നതാണ്. അതെന്താണ്? അത് OBC ആണ്, അല്ലെങ്കിൽ അത് ജനറലാണ്. 2000 ഒന്നിച്ചെന്ന് കാണുക, അവനെ കാണുക, എന്താണ്? ഇപ്പം ഞങ്ങൾ SC ആണ്, അതാണ്, മറ്റേതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് സംഗതി, നടന്നുകൊണ്ടിരിക്കുന്ന സാധനം ഇതാണ്. ഇനി ഇപ്പോൾ 5328 കാസ്റ്റുകളുണ്ട് OBC-യിൽ. OBC-ക്കാരെല്ലാം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കിടക്കാണ്. അതിൽ 2929 കമ്മ്യൂണിറ്റി 55-ന് ശേഷം ആഡ് ചെയ്തു. ഏതാണ്ട് 3000 കമ്മ്യൂണിറ്റി 55-ന് ശേഷം OBC ആയി. OBC അല്ലാത്ത OBC-കളുടെ റെക്കോർഡ് ഉൽപാദനം നോക്കൂ. ഇത്രയും വർഷം കൊണ്ട് 3000 എന്ന് പറയുമ്പോൾ ഓരോ വർഷവും എത്ര OBC-കളാണ് പുതുതായിട്ട് ഉണ്ടാക്കുന്നത്? 2016-ന് ശേഷം മോദി വന്നത് 2014 അല്ലേ? 16-ന് ശേഷം ട്രംപ് വന്നതിന് ശേഷം ആദ്യം ഇന്ത്യയിൽ 315 കാസ്റ്റ് OBC അല്ലാത്ത കാസ്റ്റ് OBC ആയി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയും ഞങ്ങൾ തലമുറകളായിട്ട് അടിച്ചമർത്തപ്പെട്ട വിവേചനം എന്നൊക്കെ പറഞ്ഞോട്ടെ. നീ കഴിഞ്ഞ 2016 വരെ എന്തായിരുന്നു? 2000 വരെ എന്തായിരുന്നു? ഇത് ഞാൻ പറഞ്ഞത് കർണാടകത്തിലെ ഉണക്കത്തേങ്ങ ഇങ്ങനെ ഇരിക്കുകയാണ്. കണക്കൊക്കെ എടുത്തു, പക്ഷേ ഈ കണക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മല്ലയ്യ എന്നാണ് ഹൈക്കമാൻഡിനോട് ചോദിക്കുന്നത്. എല്ലായിടത്തും കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കണക്കെടുത്ത് വെച്ചാൽ എന്താ അറിയാമോ? ഇപ്പോൾ കേരളത്തിൽ കണക്കെടുത്താൽ എന്താ സംഭവിക്കും? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം. കേരളത്തിലെ എല്ലാ ജാതികളുടെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിലെ സംവരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംവരണമുള്ള ഈഴവ കമ്മ്യൂണിറ്റിക്കാണ്. They have 14% of the reservation. Assuming that they are 28% of the population. But they are not 28%. കാരണം എന്താണ്? 18% ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗം 27, 30 അല്ലെ അതിനപ്പുറമായിട്ടുണ്ട്. നമ്പറല്ലല്ലോ, പ്രൊപ്പോർഷനല്ലേ നോക്കുന്നത്. പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ 28% ഈഴവർ ഒരിക്കലും ഉണ്ടായിരുന്നപ്പോഴായിരിക്കാം. കണക്ക് ഞാൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞാൻ പറയല്ല. അങ്ങനെ ഒരു അസംഷനിലാണ് അതിൻ്റെ 14 അതിൻ്റെ പകുതി കൊടുത്തത്. കാരണം 50% സംവരണം, 50 എന്ന് പറയുമ്പോൾ പകുതി. ഇപ്പോൾ ജനസംഖ്യ എത്രയോ അതിൻ്റെ പകുതി റിസർവേഷൻ കൊടുക്കും, പിന്നെ 50% ഓപ്പൺ കൊടുക്കും. അപ്പോൾ ഓക്കെ ആയില്ലേ? അങ്ങനെയാണ് 28% ഈഴവാസിന് 14% സംവരണം വന്നത്. 10% സംവരണമായിരുന്നു മുസ്ലിങ്ങൾ, 10 അല്ലെ 12. അതവർ 20-22% ഉണ്ട് എന്ന് കരുതിയാണ് കൊടുത്തത്. ഇപ്പോൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? പല കമ്മ്യൂണിറ്റികളുടെയും SC STക്ക് 10% കേരളത്തിൽ സംവരണം. അവർ 10% പോപ്പുലേഷൻ. SC STയുടെ സംവരണം മറ്റ് സംവരണം പോലെയല്ല. അവർ എത്രയാണോ പോപ്പുലേഷൻ അത്രയാണ് സംവരണം. മറ്റ് ജാതികൾക്ക് എത്രയാണോ പോപ്പുലേഷൻ അതിൻ്റെ പകുതിയാണ് സംവരണം. പക്ഷേ SC ST ഇപ്പോൾ 10% ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. കുറയ്ക്കാൻ പറ്റുമോ? കൂട്ടാൻ പറ്റുമോ? ആരെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കണക്ക് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഒരൊറ്റ കമ്മ്യൂണിറ്റിയുടെ പോലും സംവരണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? ദേ വിൽ കം ടു ദ സ്ട്രീറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി തടയുക. വണ്ടി തടഞ്ഞില്ല, പൊതു എന്താ പറയുക, ഈ ആലപ്പുഴ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. അവിടെ കിടക്കണം. ഇവിടെ ഞങ്ങളുടെ ഒരു വയലൻസ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജനാധിപത്യപരമായിട്ടല്ല ഇപ്പോൾ പരിഹരിക്കുന്നത്. ഞാൻ ആ കർഷക ബില്ലിൻ്റെ കാര്യം ആ സമയം തൊട്ടേ പറയുന്ന കാര്യമാണ്. നമ്മൾ വയലൻസിലൂടെയാണ് കാര്യങ്ങൾ പരിഹരിക്കുന്നത്. ജനാധിപത്യപരമായ മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഭരണഘടനാപരമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ക്ഷമയില്ല, ടോളറൻസ് ഇല്ല. ഇപ്പോൾ പല ബില്ലും BJP കൊണ്ടുവന്ന പല ബില്ലും നമ്മൾ പരാജയപ്പെടുത്തി തെരുവിൽ. ഇനി BJP പ്രതിപക്ഷത്തായാലും എന്താ സംഭവിക്കുന്നത്? അവന്മാരതിൻ്റെ ഇരട്ടി കാണിക്കും. ഒരൊറ്റ മനുഷ്യന് വേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യയിൽ പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. സോ യു ആർ സെറ്റിംഗ് ദ പ്രസിഡന്റ്. വളരെ മോശം ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന് പറയുന്നത്. സംസ്ഥാന ജനസംഖ്യയുടെ 70% പിന്നോക്ക വിഭാഗങ്ങളിൽ ഉള്ളവരാണെന്ന് ജാതി സർവേ. എങ്ങനെ 70% പിന്നോക്കമായത്? പിന്നോക്കം വലുതാക്കിക്കൊണ്ടിരിക്കുക. പിന്നോക്കം ഇത്രയേ ഉള്ളായിരുന്നു ആദ്യം. ഇങ്ങനെ ആക്കി ഒരു വർഷം ഓരോരോ കാസ്റ്റുകളെ ചേർത്ത് ഇപ്പോൾ എല്ലാം പിന്നോക്കം. കുറച്ച് കഴിയുമ്പോൾ കാണും. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 70% പിന്നോക്കമായിരുന്ന കർണാടകത്തിൽ ഇപ്പോൾ 82% പിന്നോക്കമാണെന്ന് സർവേ കണ്ടെത്തി. കുറേ കഴിഞ്ഞ് 90, പിന്നെ 100%-തിനപ്പുറം പോകില്ലല്ലോ. 100% പിന്നോക്കമാണോ? അതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പിന്നോക്കമാണോ? എല്ലാവർക്കും പിന്നോക്കമാണോ? ആർക്കും മുന്നോക്കമാവണ്ട. അപ്പോൾ എന്താണ്? സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രബലരായ ഒക്കലിംഗ ലിംഗായത സമുദായങ്ങൾ റിപ്പോർട്ടിന് എതിരാണ്.
2015 ശേഷം ദേശീയ സെൻസസ് നടന്നിട്ടില്ലാത്തതിനാൽ വിശ്വസനീയമായ ഡേറ്റയുടെ അഭാവം ഉണ്ടെന്നും റിപ്പോർട്ട് അശാസ്ത്രീയമാണെന്നുമാണ് ഇവരുടെ വാദം. അപ്പോൾ കണക്കെടുത്ത്, പക്ഷേ അവർ പറയുന്നത് അത് ശരിയല്ല, അത് കണക്ക് ശരിയല്ല, അതല്ല ശരിയല്ല. എളുപ്പമല്ലേ? സംഗതി എന്താണ്? ഇവരുടെ വിഹിതം കുറയുമെന്നുള്ള പേടിയാണ്. വിഹിതം കുറയാൻ ഒരുത്തനും സമ്മതിക്കില്ല. കത്തിക്കുമെന്നാണ് പറയുന്നത്. ആദ്യം പറയുന്ന വാക്കാ എന്ത്, ഞങ്ങൾ കത്തിക്കുമെന്നാണ് പറയുന്നത്. ഈ കത്തിക്കലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പൊതുവിൽ കാശ്മീർ മുതൽ കേരളം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിന് പക്വമായൊരു സമൂഹമല്ല. വേറെ ഏതെങ്കിലും സമൂഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മോശമായത് ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ OBC വിഭാഗങ്ങളുടെ സംവരണം 32% നിന്ന് 51% വർദ്ധിപ്പിക്കണം. അപ്പോൾ 32 അവർക്കുള്ളത്, അത് 51 ആക്കണം. പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ 100 കടന്ന് പോകൂടെ. ഇതിനൊക്കെ ഭയങ്കര രസകരമായി. ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ വരിക, പുതിയ പുതിയ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുന്ന ഒരു പ്രശ്നം വരിക. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം അറിയോ, നിലവിൽ ഈ കേരളം, പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യ പിടിച്ചു നിർത്തി സാമൂഹ്യ വികസനം നടന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും വികസിച്ചില്ല. പക്ഷേ UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെ ചുമ്മാതെ പെറ്റുപെരുകി ഒരുപാട് ജനസംഖ്യയാക്കി. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു ജനാധിപത്യത്തിൽ ഒരു വാചകമുണ്ട്. എന്താണ്? ഒരാൾക്കൊരു വോട്ട്, ഓരോ വോട്ടിനും ഒരേ മൂല്യം. ഇപ്പോൾ ഷാ ചെയ്യുന്ന ഒരു വോട്ടും ഞാൻ ചെയ്യുന്ന ഒരു വോട്ട് ഇച്ചിരി പെരുത്ത വോട്ടാവത്തില്ല, ഒരു വോട്ടാണ്. നിങ്ങൾ ഇത്രയും ഇവിടെ 50 പേര് വോട്ട് ചെയ്യുന്നു, അവിടെ 100 പേര് ഇടുന്ന വോട്ടിന് ഇവിടുത്തെ 50 പേര് വോട്ടിന് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുല്യത തോന്നുന്നില്ല. ജനാധിപത്യത്തിൽ ഒരാൾക്ക് ഒരു വോട്ട്, ഓരോ വോട്ടിനും തുല്യ മൂല്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 1.7 മില്യൺ, അതായത് 17 ലക്ഷം പേരാണ് ഒരു MPയെ ശരാശരി തിരഞ്ഞെടുക്കുന്നത്. UP 30.3 30 ലക്ഷം പേര് ചേർന്നാണ് UP ഒരു MPയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശരാശരി കേരളത്തിൽ 17 ലക്ഷം പേര് ചേർന്ന്. അപ്പോൾ ആരുടെ വോട്ടിനാ വില? കേരളം മലയാളിയുടെ വോട്ടിന് ഇരട്ടി വിലയായില്ലേ? 17 ലക്ഷം പേരെ വെച്ചുകൊണ്ടാണ് ഒരാൾ പോയിരിക്കുന്നത്, മറ്റേയാൾ 30 ലക്ഷം പേര്. ഇത് അനീതിയല്ലേ? ഇത് ജനാധിപത്യമായിട്ട് ചേർന്ന് പോകുന്ന കാര്യമാണോ? അങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഇവിടുത്തെ ഓരോരോ കക്ഷികൾ എന്താ പറയുന്നത്? അത് ശരിയല്ല, ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ചുകൊണ്ടാണ്, നിങ്ങൾ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷെ അതും അത്ര വലിയൊരു കണക്ക് നോക്കിയാൽ അങ്ങനെയല്ല അതിൻ്റെ കേസ് എന്ന് മനസ്സിലാവും. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ 64 വർഷം കൊണ്ട് അവരുടെ ജനസംഖ്യ 4.4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. UP 3.27 ഇരട്ടിയായി. ബീഹാറിൽ ഒരുപാട് കൂടിയെന്ന് പറയുന്നത് 2.82 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ച കഴിഞ്ഞ 64 വർഷം കൊണ്ട്. മഹാരാഷ്ട്ര 3.26, മധ്യപ്രദേശ് 2.74, കർണാടക 2.91, തമിഴ്നാട് 2.30, കേരളം 2.14, 2 ഇരട്ടിയും കുറച്ചുകൂടെ. നമ്മൾ ബീഹാറുമായിട്ടുള്ള വ്യത്യാസമൊക്കെ 2.82. വെസ്റ്റ് ബംഗാൾ 2.9. ഞാനൊരു കണക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ കണക്കെടുത്താണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവുന്നത്, ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനാണ് 4.14. അത് കഴിഞ്ഞാൽ UP 3.27, കേരളം 2.14. ഇവിടെ എല്ലാം കേരളത്തെക്കാൾ കൂടുതൽ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രധാന പ്രശ്നം എന്നറിയോ? കേരളത്തിൻ്റെ ഒരു 50,000 വർദ്ധിച്ച് 1.5 ലക്ഷം ആവുന്നതും 10 ലക്ഷം വർദ്ധിച്ച് 30 ലക്ഷം ആവുന്നതും തമ്മിൽ വ്യത്യാസമില്ല. തുടക്കം എവിടെയാണ്? അവിടെ എത്ര ജനസംഖ്യയുണ്ട്, എത്ര വലിയ സംസ്ഥാനമാണ്, അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയാണ് ആവുന്നത്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിന് 5 ഇരട്ടി ആയാൽ പോലും ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ അടിസ്ഥാനം ഇതൊന്നുമല്ല, ഈ വളർച്ചാ നിരക്കല്ല. അതിൻ്റെ ഞാനൊരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ 20 സീറ്റുണ്ട്, 1.7 മില്യൺ ആണ് ഒരു സീറ്റിന്. അപ്പം 1.7 മില്യൺ വെച്ച് ഒരു സീറ്റ് ഉണ്ടാവുമെങ്കിൽ UP 142 സീറ്റ് ഉണ്ടാവും, ബീഹാറിൽ 77 സീറ്റ് ഉണ്ടാവും, രാജസ്ഥാനിൽ 49 സീറ്റുണ്ടാവും. കേരളത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണ്, കേരളത്തിൻ്റെ കണക്ക് വെച്ച് അവിടെ നോക്കുകയാണ്. ഇനി തിരിച്ച് UP ഇപ്പോൾ 3.1 മില്യൺ ആണ് ഒരു MPയുടെ ഇലക്ടറേറ്റ്. അത് കേരളത്തിന് കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് 12 സീറ്റ് ഉണ്ടാവും. ഇനി കേരള പോപ്പുലേഷൻ ബീഹാറിൻ്റെ അത്രയും അതേപോലെ വളർന്നു നിന്നിരിക്കും. 2.82. നമ്മൾ 2.14 നമ്മൾ 2.82 വളർന്നെങ്കിൽ അപ്പോഴും നമുക്ക് 14 സീറ്റ് ഉണ്ടാവും. ബീഹാർ പോലെ നമ്മൾ വളർന്നു, ബീഹാറാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. ബീഹാർ പോലെ നമ്മൾ വളർന്നെങ്കിൽ നമുക്ക് 14 സീറ്റ് ഉണ്ടാവും.
ഇനി യു പിയുടെ ആണെങ്കിൽ നമ്മൾ വളർന്നു നിൽക്കണം. യു പി ആണല്ലോ ഏറ്റവും പ്രശ്നം. അങ്ങനെ നോക്കിയാൽ നമുക്ക് 18.24 സീറ്റ് വരും, 20 സീറ്റിലും താഴെയാവും. യു പിയുടെ കണക്ക് നമ്മുടെ ജനസംഖ്യ അത്ര ഇരട്ടി വർദ്ധിച്ചാൽ പോലും നമ്മുടെ സീറ്റ് കുറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വോട്ട് ഒരാൾക്ക് ഒരു മൂല്യം എന്നുള്ള സാധനം നമ്മൾ ലംഘിക്കണം. അങ്ങനെയൊന്നും വേണ്ട. ഇത് പിടിച്ചു നിർത്തുക. ഒന്നുമില്ല, നമ്മുടെ സീറ്റ് അതേപടി നിർത്തുക, മറ്റുള്ളവരുടെ സീറ്റ് കൂട്ടുക. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഇത് ഇതേ കണക്ക് ഇരിക്കട്ടെ, 10 വർഷം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് പറയുന്ന കാര്യം എന്താണ്? ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത് ഒരു നേട്ടമല്ല, അതൊരു കോട്ടമാണ്. നമ്മളത് അങ്ങനെയാണെങ്കിൽ ഈ കാസ്റ്റ് സെൻസസിൻ്റെ അടിസ്ഥാനം എന്താ? കാസ്റ്റ് സെൻസസിന് നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ജനസംഖ്യ കൂടിയവർക്ക് കൂടുതൽ കൊടുക്കണം, കുറഞ്ഞവർക്ക് കുറച്ച് കൊടുക്കണം. ഡീലിമിറ്റേഷൻ വരുമ്പോൾ പറയും ജനസംഖ്യ കൂടുന്നത് പ്രശ്നമാണ്, ജനസംഖ്യ കുറയ്ക്കുന്നതിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ച് നിൽക്കടേ എന്ന് പറയേണ്ടി വരും. അടുത്തിടെ കുറേ വിഷയങ്ങൾ നടക്കുന്നത്. ഒന്നാണ് ഈ കേരളത്തിലെ ഈ ജാതിപരമായിട്ടുള്ള ഡിസ്കോഴ്സിൽ ഏറ്റവും വലിയതാണ് സവർണത. സവർണൻ അവർണൻ. കേരളത്തിൽ ആരാണ് ഈ സവർണൻ? ആരും അങ്ങനെ ചോദിക്കാറില്ല. സവർണൻ ഗൂഢാലോചനയാണ്. രാവിലെ ടോയ്ലറ്റിൽ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും പുറത്ത് വന്ന് സവർണ ഗൂഢാലോചന കാരണം ഒന്നും ശരിയായിട്ട് പോയില്ല എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. സവർണതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടൻ്റെ കല. വേട്ടയാടൽ, ദുരുദ്ദേശപരം, ഇടത് സാംസ്കാരിക പ്രവർത്തകർ. അതിന് സംസ്കാരം വളരെ ശ്രദ്ധിക്കണം. ഉയർന്ന സംസ്കാരം ആണ് അതിനകത്ത് കാണുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരാളുടെ പ്രസ്താവന, പുലിനഖമാല മുതൽ ആനക്കൊമ്പ് വരെ കൈവശമുള്ള ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ ആൾ കണ്ടിട്ടില്ല. ഇങ്ങനെ 1-2 പേരെയൊക്കെ കേട്ടിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് മോഹൻലാലും സുരേഷ് ഗോപി ആയിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം. അവരുടെ കയ്യിൽ പുലിമുഖം ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഉദ്ദേശം ഇംപ്ലൈഡാണ്. നമുക്ക് ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റും ഈ പുലിനഖവും പിന്നെ കടുവയുടെ പല്ലുമായിട്ട് ആളുകളിങ്ങനെ അങ്ങ് അർമാദിച്ച് നടക്കുകയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു. അതെല്ലാം ഒരു നടപടിക്കും വിധേയമായി തുടരുമ്പോഴാണ്, അതൊക്കെ അദ്ദേഹം വിധിച്ചു കഴിഞ്ഞു. സ്റ്റേഷൻ ജാമ്യം കിട്ടിയ കേസിൻ്റെ തുടർച്ചയിൽ 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതുസംസ്കാരത്തിൽ നിലീനമായ സവർണത. പൊതുസംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൊതുവാണല്ലോ. നിങ്ങളിലെല്ലാം ഒരു സവർണതയുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നിങ്ങളിലൊരു സവർണതയുണ്ട്. ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടൻ്റെ കല. ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് വേടനുള്ളത്. സംഗീതത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് ഒരുപാട് ഊർജം പകർന്ന ഒന്നാണ് വേടൻ്റെ കല. വേടൻ്റെ കലയ്ക്കും അതിൻ്റെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള കടന്നാക്രമണം കൂടിയാണ് ഈ നടപടി എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ 4 പേരുടെ പടമുണ്ട്, ഇങ്ങനെ കുറേ പേരുടെ പടമുണ്ട്. ഞാൻ സത്യത്തിൽ ഈ പ്രഭാഷണം ഇന്ന് നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. യുദ്ധം ഞാൻ ഇന്നലെയാണ് ഇത് കാണുന്നത് സത്യത്തിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ഇവർ ഈ പറയുന്ന സവർണൻ എന്നൊക്കെ പറയുന്നു, ഇത് ആരാണിത് ആക്ച്വലി? ഞാൻ അടുത്തിടെ ഒരു 6 മാസമായി കാണും ഒരു വിപ്ലവ ആചാര്യൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുമാണ്. വിപ്ലവാരിഷ്ടം അല്പം അധികം സേവിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഇതേ കണക്ക് ഇങ്ങനെ എനിക്ക് മെസ്സേജൊക്കെ അയക്കും. ഞാനിങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു, എനിക്ക് നമ്പർ അറിയത്തില്ല, ഞാൻ എടുത്തു, കാറിനകത്തായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ സവർണനും അവർണനും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ആരാണ് സാറേ ഈ സവർണൻ എന്ന് ചോദിച്ചു. പറയും സവർണൻ എന്ന് പറയുന്നത് അത് സവർണനല്ല, സവർണത്വമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, സവർണത്വം മനസ്സിലായി. സവർണത്വം ഉള്ളവനാണോ സവർണൻ? സവർണത്വം ഉള്ളവനാണ് സവർണൻ. അപ്പോൾ അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനല്ല, അത് സവർണത്വം ഉള്ള കുറേ ആൾക്കാർ മാത്രമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആരാണ്? ബ്രാഹ്മൺ ആണോ? അല്ലല്ല, കേരളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബ്രാഹ്മൺ ആണ് എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞ നായേഴ്സ് ആണോ? അല്ല, നായേഴ്സ് ശൂദ്രന്മാരാണ്. എനിക്ക് പിന്നെയും സംശയം. അപ്പോൾ അങ്ങനെയാണ് ശൂദ്രതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നായന്മാർ ശൂദ്രന്മാരാണ്, ശരിയാണ്. അവർ തിരുവിതാംകൂർ ശൂദ്ര എന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഡിനോമിനേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ്? ബ്രാഹ്മിൺസ് ആണോ? അല്ല, ബ്രാഹ്മിൺസ് 1.5 ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി ഒരു ക്രിസ്ത്യനാണ്. ഞാൻ പറഞ്ഞു ഇനി ഈ മുന്നോക്ക ക്രിസ്ത്യൻസ് ആണോ? കാരണം ഈ ഇപ്പോൾ കെവിൻ നീതു കൊലപാതകമൊക്കെ വന്നപ്പോൾ സവർണർ കൊന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, അതാണോ എന്ന് ചോദിച്ചു. അല്ല, അത് ഈ സെമറ്റിക് മതങ്ങളിൽ ജാതിയേ ഇല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇത് ആരാണിത്? അത് സവർണത്വം എന്ന് പറയുന്ന സാധനം നമ്മളെ ഇങ്ങനെ കരിമ്പടം പോലെ പൊതിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു ശരി, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്നോണം.
ആളിനെ കിട്ടുന്നില്ല. പണ്ട് ഈ ബ്രാഹ്മണ്യം ഒരു 5 വർഷത്തിന് മുമ്പ് വരെ മൊത്തം ബ്രാഹ്മണ്യമായിരുന്നു. നമ്മൾ മുഴുവൻ അവിടെ നോക്കുമ്പോഴും ബ്രാഹ്മണ്യമാണ്, നവബ്രാഹ്മണ്യം, മറ്റേ ബ്രാഹ്മണ്യം. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ബ്രാഹ്മണരെയാണോ കുറ്റപ്പെടുത്തുന്നത്? അതായത് ഇവിടെ അവർ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ കറുത്ത ഭൂതകാലം അവർക്കുണ്ടെങ്കിലും, അവർ ഇന്ന് കേരളത്തിൽ നിഷ്പ്രഭരാണ്. ഒരു ലെസ് ദാൻ 1.5% ഓഫ് ദ പോപ്പുലേഷൻ, നോട്ട് ഈവൻ മന്ത്രിയില്ല, ഒന്നുമില്ല, അവർക്ക് രാഷ്ട്രീയ സ്വാധീനവും ഇല്ല. പലരും എന്താ പറയുക, അവരവസ്ഥയാണ്. അത് നമ്മൾ ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് ശിക്ഷിച്ചിരുന്നു, ഞങ്ങളുടെ പിതാമഹന്മാരെ ദ്രോഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവരുടെ പിന്തലമുറക്കാരെ നോക്കി പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് മനുഷ്യത്വരാഹിത്യമാണ്, മര്യാദകേടാണ്. നിങ്ങളൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം തന്നെ. ഈ പ്രതികാര രാഷ്ട്രീയവും ഈ റെട്രിബ്യൂഷനും ഒക്കെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നെങ്കിൽ അതൊരു മാനവീയതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ്യമാണ്. അതാരാണ് ഈ ബ്രാഹ്മണ്യം? ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് സവർണതയെ വെല്ലുവിളിക്കുന്ന കലയാണെന്ന്. അപ്പോൾ ഇവർ സവർണതയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട്, ഇവർ സവർണരാണോ? ഈ പ്രസ്താവന പുറപ്പെടുവിച്ച 3 പേര് സവർണരാണോ? അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് സവർണർ? ഇവരെയാണോ വെല്ലുവിളിച്ചത് വേടൻ്റെ കല? ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഇവർക്ക് ചില പറയുന്നത് സവർണന് പൊള്ളിയോ എന്നൊക്കെ ചോദിക്കും? ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടാണോ അവർക്ക് തോന്നിയത്? സോ ഇമാതിരി കുറേ റെട്ടറിക്കുകളും ഉടായ്പകളും ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഉണ്ടാകും. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു വിഷയം നോക്കുക? പണ്ട് ഞാനിതൊരിക്കലും പറയുന്ന കാര്യമല്ല, ഹിറ്റ്ലർ അന്ന് ജൂതന്മാർക്കെതിരെ പറഞ്ഞത് ശരിയാണ്. ജൂതന്മാരെ പാരസൈറ്റുകളെന്ന് വിളിച്ചു. ദ ജ്യൂസ് വാസ് ഓൺലി ആൻഡ് ഓൾവേസ് എ പാരസൈറ്റ് ഇൻ ദ ബോഡി ഓഫ് അതർ പീപ്പിൾ. ജൂതന്മാർ എപ്പോഴും മറ്റുള്ളവരുടെ ശരീരത്തിലെ പരാതങ്ങളാണ്. ദ ജ്യൂസ് ആർ പീപ്പിൾ അണ്ടർ വേഴ്സ് പാരസിറ്റിസം. ദ ഹോൾ ഓഫ് ഓണസ്റ്റ് ഹ്യൂമാനിറ്റി ഈസ് സഫറിങ്. മനുഷ്യരാശി മുഴുവൻ ജൂതന്മാരുടെ പരാത ജീവിതം കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കാപ്പിലുള്ളതാണ്. അതുകൊണ്ട് സ്പൈഡർ വാസ് സ്ലോലി ബിഗിനിങ് ടു സക്ക് ദ ബ്ലഡ് ഔട്ട് ഓഫ് പീപ്പിൾസ് പോസ്. ജൂതന്മാർ മനുഷ്യൻ്റെ മുറിവുകളിൽ നിന്ന് ചോര ഊറ്റി കുടിക്കുന്നവരാണ്. ദ ജൂ ഈസ് എ ട്രൂ ബ്ലഡ് സക്കർ ദാറ്റ് അറ്റാച്ചസ് ഹിംസെൽഫ് ടു ദ ബോഡി ഓഫ് ദ അൺഹാപ്പി പീപ്പിൾ. അസന്തുഷ്ടരായ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ബ്ലഡ് ഊറ്റിയെടുക്കുന്ന ഒരു ബ്ലഡ് സക്കറാണ് ജൂതന്മാർ. ഇങ്ങനെ കുറേ ഉണ്ട്, ഞാനൊരു 2 എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയും, നോക്കൂ, അവരാണ് എതിരാളികൾ, അവരാണ് ശത്രുക്കൾ. ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ നാസിസം, ഫാസിസം എന്നൊക്കെ പറയുന്നത്. മാനവികതയുടെ പരമമായ നിരാകരണം. സത്യത്തിൽ ഇതാണ് ഇവിടെ നടന്നത്. ഇവിടെ ആരോ കുറേ ആൾക്കാരുണ്ട്, അവരാണിതെല്ലാം ചെയ്യുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവർക്കെതിരെയാണിത്. ഇത് ശരിക്കും എന്താണോ ഇവർ തന്നെ പറയാറുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ആക്ച്വലി ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. പിന്നെ ഞാൻ ഈ സാംസ്കാരിക നായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹിറ്റ്ലറെ തിരഞ്ഞെടുത്തത്. ഹിറ്റ്ലർ ഒന്നാന്തരം പെയിൻറ്ററായിരുന്നു കേട്ടോ. ഇവരെക്കാൾ എല്ലാം നല്ല സാംസ്കാരികമായിട്ടും കല ഭയങ്കര കലയായിരുന്നു അദ്ദേഹത്തിന്. ഇനി എന്താണ് ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്, റാപ്പ് സിംഗറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളൊക്കെ കേട്ടു നോക്കി, കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനധികം ഈ പറഞ്ഞോണം ഈ വേടനെ കേട്ടിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മണ്ടയെ അടിച്ച് പൊട്ടിക്കുന്ന എഴുതാം. അതിനിപ്പോഴാണ് യഥാർത്ഥത്തിൽ പുള്ളി ഫേമസ് ആയത്, അല്ലെ പൊതുസമൂഹം കൂടുതലായിട്ട് അറിഞ്ഞു. പണ്ടേ അറിയാമായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേര് കേട്ടു. കുറേ നമുക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഈ റാപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കുറേ ആകുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ആവർത്തന സ്വഭാവം. അപ്പോൾ ഇവർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ റാപ്പ് മ്യൂസിക് അല്ല പ്രശ്നം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആരാധകരുണ്ടാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറേ നോക്കുമ്പോൾ ഒന്നിനകത്തൊരു പ്രസ്താവന കണ്ടത്, ഇടത് കയ്യിലെ ഒലുവിച്ചില്ല വീണ് പോകാതെ നോക്കണേ. ഇത് യാസർ അരാഫത്തിൻ്റെ പ്രഖ്യാപനം. ഇത് 1974 നവംബർ 13 യാസർ അരാഫത്ത് UN ജനറൽ അസംബ്ലിയിൽ നിന്ന് പ്രസംഗിച്ചാണ്. ടുഡേ ഐ ഹാവ് കം bearing an olive branch in one hand and a freedom fighter's rifle in another. Do not let the green branch fall from my hand. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സമാധാനത്തിൻ്റെ ഒലിവ് ഇല ഒരു കയ്യിലും മറ്റേ AK-47 ഗണ്ണ് മറ്റേ രണ്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ ഒലിവ് എന്നെ കൊണ്ട് താഴെ ഇടിപ്പിക്കരുതെന്ന് മര്യാദയ്ക്ക് നോക്കണം. ഈ രാഷ്ട്രീയം അങ്ങ് മാരകമായ രാഷ്ട്രീയമാണ്, ഭയങ്കര രാഷ്ട്രീയമാണ്, ഹിംസയുടെ രാഷ്ട്രീയം. ഞാൻ ഒലിവും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു കാപട്യം. ഒരു കയ്യിൽ തോക്കും മറ്റേ കയ്യിൽ ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം?
അങ്ങനെയല്ലേ മിക്കവാറും വെടിവെക്കുന്നത് നിങ്ങൾ ചോദിക്കില്ല. അപ്പോൾ അവൻ ചോദിച്ചെന്താണ് നിന്റെ മതം ഏതാണ്? ഇന്ന മതം, എന്നാൽ നീ പൊയ്ക്കോ, അല്ലേ പൈസ കൊടുക്കുക, അല്ലേ പറയുന്നതോട് അനുസരിക്കുക. അത് ശരിക്കും ഒരു ബ്ലാക്ക് മെയിൽ സാധനമാണത്. അപ്പം ഇത് പറഞ്ഞ ആളിനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഭയങ്കര, ഞാൻ കുറേ ദിവസം നോക്കിയപ്പോൾ കാണാം ഇമാതിരിയുള്ള വീഡിയോകളാണ് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പറയുന്നുകൊണ്ടാണ്, ഇതാണ് രാഷ്ട്രീയം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹമാസിൻ്റെ പാലസ്തീൻ്റെ പതാക പുതയ്ക്കുന്നു. സോ വെരി സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം. ഇതാണ് ഈ രാഷ്ട്രീയം, ഇത് ആരാണ്ടൊക്കെ പൊള്ളിക്കുന്നു. ഈ അടുത്തിടെ 2 ദിവസം മുന്നേ ഞാൻ കണ്ടത് കാര്യം, ഈ ഇദ്ദേഹം ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടിരുന്ന ഒരു ടെക്നീഷ്യൻ മരിച്ചു, ഒരു വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. അപ്പോൾ ഈ പറയുന്ന ആള്, ഇയാളുടെ പേരെന്താണ്, പേരിവിടെ കണ്ട് എന്തോ ഒരു പേര് നമുക്കിനി വ്യക്തമാവും. എന്താ പേര്? ഹരീഷ് കൃഷ്ണൻ അല്ലേ? കിരൺ, ഹരികിരൺ എന്നല്ല, ഒരു കിരണുണ്ട്. ഓക്കെ, വാട്ട് മേ ബി. ആ പേരിലല്ല അദ്ദേഹം കൂടുതൽ പ്രശസ്തനായിട്ടുള്ളത്. ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കേസ് ഞാൻ ഇനി ബാക്കി പറയാം. അപ്പം തിരുവനന്തപുരത്ത് പരിപാടിക്കിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വേദിയിലേക്ക് കാണികൾ ചെളിയെറിഞ്ഞു. ഭയങ്കര ബഹളമായിരുന്നു. കുറേ പേര് പരിപാടി, ഈ ടെക്നീഷ്യൻ മരിച്ചുകൊണ്ട് ഇയാൾ പോയി. അപ്പോൾ കാണികൾ എന്ത് ചെയ്തു? അവർ ബഹളം ഉണ്ടാക്കി, ഞങ്ങൾക്ക് ഇന്നാരെ കാണണം. ഭയങ്കര ഒരു ഹിസ്റ്റീരിയക്കായിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരിച്ച ആരാന്ന് പറഞ്ഞാൽ ഇത് കണക്ക് സ്ത്രീകളും കുട്ടികളും അവരൊക്കെയാണ്. ഭയങ്കര തെറിവിളിയൊക്കെ ആയിരുന്നു, ചെളിവാ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, തെറി പറയുന്നവനും ചെളിവാരി എറിയുന്നവനും എല്ലാം തന്നെ പൊക്കപ്പെടും എന്നൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ പോടാതിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞവർ ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ആ പരിപാടി പിന്നെയും ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഒരാളുടെ മരണം, ഓക്കെ റൈറ്റ്, നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കുട്ടികളെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിലൊരു പൊതുവായിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറേ സെലിബ്രിറ്റികൾ നമുക്കുണ്ട്. അത് നമ്മളൊരു പക്ഷേ എന്തോ ഞാൻ അടുത്തിടെ കണ്ട് ഞെട്ടിപ്പോയൊരു കാര്യം, ഒരു ബുൾബുൾ ജെറ്റ്, എന്തോ ബുൾ ജെറ്റോ അങ്ങനൊരു സാധനമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, അറിയോ? ഒരു വണ്ടി അലങ്കരിച്ചൊക്കെ കൊണ്ട് കിടക്കുന്ന 2 പേര്. അപ്പോൾ ആ പുള്ളിയുടെ വണ്ടി പിന്നെ ഇവർ പിടിച്ചു, വെഹിക്കിൾ പിടിച്ചപ്പോൾ കുറേ ചെറുപ്പക്കാർ, ചെറുപ്പക്കാരല്ല പിള്ളേർ, ഞാൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനൊക്കെ പറയും. എന്തൊക്കെ ബഹളമായിരുന്നു. എന്താ റീസൺ എന്നറിയാം? കുറേ കഴിഞ്ഞിട്ട് അവരിങ്ങനെ യൂട്യൂബിലൂടെ വരുന്നു, വണ്ടിയെക്കുറിച്ച് പറയുന്ന ഓ ഗൈസ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ പോരാന്, ഒരു ഭ്രാന്തമായ ഒരു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ആ ഒരു ഹൈവേ മുഴുവൻ നിറഞ്ഞ ഒരു ഗെയിമർ, തൊപ്പി. പിന്നെ കുറേ ആൾ അരിക്കൊമ്പൻ, എന്തായാലും ഓരോരോ സാധനങ്ങളാണ്. അരിക്കൊമ്പനെതിരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലേ ചവച്ചരയ്ക്കുമായിരുന്നു യൂട്യൂബ്. ഫേസ്ബുക്കിൽ അവൻ എഴുന്നേക്കത്തില്ല 10 വർഷത്തേക്ക്, അമ്മാതിരിയായിരുന്നു. അപ്പം പോപ്പുലർ ആണ് എന്ന് പറയുന്നതുകൊണ്ട് മികവില്ല, മെറിറ്റില്ല എന്നർത്ഥമില്ല. പോപ്പുലർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചും അർത്ഥമില്ല. ഇത് രണ്ടും ഓഫ് കോഴ്സ് ആളുകൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഉണ്ടാവണം, അന്ന് ഞാൻ എന്നെ എതിർക്കുന്നില്ല. നിയമത്തിന് അനുസൃതമാണെങ്കിൽ കുഴപ്പമില്ല, ദാറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ. പക്ഷേ ഇവർ ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? കൂടെയുള്ള ഒരു ടെക്നീഷ്യൻ മരിച്ചാൽ ആ സ്റ്റേജിൽ ആടിപ്പാടണോ? വ്യാജ ആരോപണമായി വീണ്ടും തമ്പുരാക്കന്മാരാണ്. ഇതിനൊരു പ്രതി വേണം. സവർണത്വം അല്ലെ, ഒന്നീ സവർണൻ അല്ലെ തമ്പുരാക്കന്മാരാണ് ഈ സാധനം ചെയ്തത്. ഒരാളിരുന്ന് വീഡിയോ അങ്ങ് അടിച്ചുവിടുകയാണ്. ഈ തമ്പുരാക്കന്മാർക്ക് പൊള്ളി, ആ തമ്പുരാക്കന്മാർ അവിടെ പോയി പിന്നെ സവർണൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ ഈ പറയുന്നത് ആരാണ് എന്നുള്ളത്? ഇതാണ് തമ്പുരാക്കന്മാർ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ കൊച്ചു കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത്. ഈ സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുത്ത യാസർ അരാഫത്തിനെ കുറിച്ച് നോബൽ പ്രൈസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടാത്ത ഒരാളാണ് MK ഗാന്ധി.
ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഓക്കെ, അദ്ദേഹം വലിയൊരു നേതാവാണ് ഓഫ് കോഴ്സ്, പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. ഇനി എല്ലാവരും കാണിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരുപാട് അത്തരത്തിൽ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടാതെ പോയതിലൂടെ പ്രസിദ്ധമായതാണ് നോബൽ സമ്മാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത്. ഹെൻറി കിസിംഗർ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരു വിയറ്റ്നാമിലെ ഒരു യുദ്ധവീരനും കൂടെയാണ് കൊടുത്തത്. യുദ്ധവീരൻ പറഞ്ഞ് ഇത് എന്നെ ആക്കാനാണെന്ന് പറഞ്ഞ് പുള്ളി വാങ്ങിച്ചില്ല. ഹെൻറി കിസിംഗറും ഭയങ്കര സംശയമായി, ഇത് അവൻ്റെ കൂടെ എനിക്കൂടെ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനും വാങ്ങിക്കണമെന്ന് പുള്ളിക്ക് സംശയം. പിന്നെ പുള്ളി പോയി വാങ്ങിച്ചൊന്നുമില്ല, പുള്ളി ആളിനെ വിട്ട് വാങ്ങിച്ചു, പിന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കിസിംഗറിന് കിട്ടിയത് ഭയങ്കര വിവാദമായിരുന്നു. കാര്യം കിസിംഗർ എല്ലാത്തരം ഈ കുടിലതകൾ പല നിങ്ങൾക്കറിയാം, പഴയ ഒരു ചരിത്രമാണ്. പുള്ളി ഭയങ്കര സക്സസ്ഫുൾ സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന ആളിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, റബീനും ഷിമോൺ പെരസിനും, ധനകാര്യമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രധാനമന്ത്രി ഇസ്രയേലിൻ്റെ, ഇവർക്ക് 3 പേർ കൂടെ കൊടുത്തു. ഒരു ട്രീറ്റി ഉണ്ടാക്കി, നിങ്ങൾ ഇത്രയും അടിച്ചു കിടന്നവർ വേണമെങ്കിൽ ഇപ്പോൾ ഷബാസ് ഷെരീഫിനും മോദിക്ക് കൂടെ പിടിച്ചു വേണമെങ്കിൽ കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം പുള്ളിയെക്കുറിച്ച് അവർ തന്നെ എഴുതിയിരിക്കുകയാണ്, വാസ് അരാഫത്തെ ടെററിസ്റ്റ്. അതായത് നോബൽ സമ്മാനം കൊടുത്ത നോബൽ പ്രൈസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക കമ്മിറ്റിയുടെയാണ്, ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ദ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് അവർ ചോദിക്കുകയാണ്, വാസ് അരാഫത്തെ ടെററിസ്റ്റ്. അറൌണ്ട് 1970 വരെ പാലസ്റ്റീൻ ബിഗാൻ ടു എൻഗേജ് ഇൻ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ടു ഡ്രോ വേൾഡ്സ് അറ്റൻഷൻ ടു ദ ഇസ്രയേലി ഓക്യുപ്പേഷൻ. ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് 70കളിൽ ഈ അണ്ണൻ ടെററിസം നടത്തിയിരുന്നു എന്നാണ് അവാർഡ് കൊടുത്ത കമ്മിറ്റി എഴുതിയിരിക്കുന്നത്. വേറെ ആരെങ്കിലും നമ്മൾ പറയുന്നതല്ലേ കേട്ടോ. ഡ്യൂറിങ് 72 ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് ഇൻ മ്യൂണിച്ച്, 11 ഇസ്രേലി അത്ലറ്റ്സ് വർ കിൽഡ്. മ്യൂണിച്ച് ഒളിമ്പിക്സിൽ 11 ഇസ്രേലി അത്ലറ്റുകളെ കൊന്നു ഇൻ എ ടെററിസ്റ്റ് ഓപ്പറേഷൻ ഓർഗനൈസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ബ്ലാക്ക് സെപ്റ്റംബർ ഗ്രൂപ്പ്. PLOയുടെ കീഴിലുള്ളതാണ്, PLOയുടെ ചെയർമാനാണ് ഇയാൾ. വാസ് അരാഫത്ത് ബിഹൈൻഡ് ഇറ്റ്. അരാഫത്ത് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, പിന്നെ അരാഫത്ത് ഒന്നും അറിഞ്ഞില്ല. while he did not give direct orders to carry out such attacks. പുള്ളി ഡയറക്റ്റ് ഓർഡർ കൊടുത്തൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതെ, പോയി അടിയടാ. he did approve them as long as they could not be tracked back to PLO. PLOയിൽ കാര്യങ്ങളെന്ന് അവസാനിക്കുമെങ്കിൽ പുള്ളി അതിന് അപ്രൂവ്. കാര്യം PLO എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്, PLOയുടെ മുഴുവൻ സമ്പത്ത് 90% സമ്പത്തും പുള്ളിയുടെ കയ്യിലാണ് മൊത്തം. അപ്പോൾ പുള്ളി അറിയാതാണോ ഈ മ്യൂണിച്ച് ഒളിമ്പിക്സിലൊക്കെ പോയി ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം തന്നെ അസംബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസെൻറ്റ്, ആ കമ്മിറ്റിയിലുള്ള കെയർ ക്രിസ്ത്യൻസൺ എന്ന് പറഞ്ഞ ഒരാൾ രാജിവെച്ചു. ഇവർക്ക് 3 പേർക്കും കൊടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്, ഈ ഒരു ടെററിസ്റ്റിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പുള്ളി രാജിവെച്ചു. ഇങ്ങനെ ഒരാളാണ് ഒലിവ് ജില്ലയും തോക്കുമായിട്ട് വന്നിട്ട് ഒലിവ് ജില്ല ഞാൻ താഴെ ഇടണോ എന്ന് ചോദിച്ച് വലിയ സംഭവം. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് എല്ലാവർക്കും പൊള്ളലേക്കുന്ന രാഷ്ട്രീയം. പൊള്ളലേക്കും. ഇനി ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പേര് പറയുന്നില്ല എന്ന് വായിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? വേടൻ എന്ന പേര് ഉപയോഗിച്ച് സമുദായത്തെ അപമാനിച്ചു, പിൻവലിച്ചില്ലെങ്കിൽ കേസ് നൽകുമെന്ന് വേടർ മഹാസഭ. അതെന്താണ് പറയുന്നത്? മെയ് 9, ഇന്നലെ മിനിയാന്നാണ്. സമുദായങ്ങളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ജാതീയതയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരൺ ദാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹിരൺ ദാസ് ചെയ്യുന്നത് വേടർ മഹാസഭ. റാപ്പർ വേടനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് ഗിരിവർഗ വേടർ മഹാസഭ. വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന ആൾ വേടൻ എന്ന പേരുപയോഗിച്ച് സംസ്ഥാനത്തെ 3.25 ലക്ഷത്തോളം വരുന്ന വേടർ സമുദായങ്ങളെ തെറ്റായി ചിത്രീകരിക്കുകയാണ് എന്നാണ് സമുദായാംഗങ്ങൾ ആരോപിക്കുന്നത്. സമുദായാംഗങ്ങളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ജാതീയതയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരൺദാസ്. ഞങ്ങളിങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ഈസ് റെപ്രസെൻറ്റിങ് ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുകയാണ് വേടർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു. അതിനാൽ വേടൻ എന്ന പേര് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 25 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ച് കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് വേടർ സമുദായങ്ങൾ വേടന് വക്കീൽ നോട്ടീസ് അയച്ചു. എന്തുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസ് മാനനഷ്ടത്തിൽ നിന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനകത്ത് വരുന്ന BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണ്. ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ പറയുന്ന ഹിരൺദാസ് ഒരു SC/ST കമ്മ്യൂണിറ്റിപ്പെട്ട ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വക്കീൽ നോട്ടീസും നഷ്ടപരിഹാരവും ഒന്നും അല്ല വരുന്നത്. നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇവരെ
കത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ, ഞാൻ ഈ കത്തിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം വീണ്ടും ഉണ്ടായിരുന്നു, സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി വേടനെതിരെ നടപടിയെടുത്ത റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം. അപ്പോൾ ഈ റേഞ്ച് ഓഫീസറുടെ ജാതി പലരും ഇങ്ങനെ ഈ പറഞ്ഞോണം തമ്പുരാൻ, സവർണൻ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് എഴുതിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതി നോക്കുമ്പോൾ ആരോ ഒരാൾ എഴുതിയേക്കുന്നുണ്ട്. അതൊന്നും അല്ല, എല്ലാവരെയും ജാതിയാണ് നോക്കുന്നത്. അയാളെ സസ്പെൻഡ്, എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നറിയാമോ? ഈ SC/ST പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നൊരു ആക്ടുണ്ട്, 1989 വന്ന ആക്ടാണ്. അപ്പോൾ അവർക്കെതിരെ വെർബലായിട്ടുള്ള അബ്യൂസോ തരം താഴ്ത്തലോ ജാതി പേര് വിളിച്ചാക്ഷേപിക്കലോ ഇതൊക്കെ കുറ്റകരമാണ്. ആ കുറ്റം എങ്ങനെയാണ്? കേസ് കൊടുത്താൽ ഓട്ടോമാറ്റിക് അറസ്റ്റാണ്, നോൺ ബെയിലബിൾ ആണ്, പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. ഒരാൾക്കെതിരെ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണ്, അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. നിങ്ങൾ അതായത് അണ്ടിൽ പ്രൂവ്ഡ് നിങ്ങൾ കുറ്റവാളിയല്ല, നിങ്ങൾ നിരപരാധിയാണ്, കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണം. അതാണ് അതിൻ്റെ അവസ്ഥ. എല്ലാ നിയമങ്ങളും അങ്ങനെ. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്, ഇയാളെ കുറ്റം ചെയ്തു എന്നുള്ളതാണ് പ്രിസംഷൻ, ഞാൻ അങ്ങനെ അല്ലെന്ന് അയാളെ തെളിയിക്കണം. അത് നിയമവ്യവസ്ഥയുടെ നേരെ ഉൾട്ട. ഇങ്ങനെയാണ് നിയമവ്യവസ്ഥ ഇരിക്കുന്നെങ്കിൽ ശീർഷാസനമാണ് ഈ നിയമം. നിങ്ങൾ കുറ്റം ചെയ്തില്ല, നിങ്ങൾക്കെതിരെ ഒരു കുറ്റം ആരോപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നു. ഇനി ചിന്ത ഉണ്ടായില്ലെന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് തെളിയിക്കാൻ ഇത്തിരി സമയം വേണ്ടേ? ആ സമയം നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾക്ക് ജയിലിൽ ഇരുന്ന് ചിന്തിക്കാം. ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആരോപിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ സ്ഥലം മാറ്റം വന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഇത് അതിനകത്തുണ്ട്. ഈ SC/ST ആക്ട് 1989 ആക്ടിനകത്ത് പറയുന്നുണ്ട്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെയുള്ള നടപടിക്രമത്തിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ പെരുമാറുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണെന്നുണ്ട്. അപ്പോൾ ഇത് വകുപ്പ് തല നടപടി എടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, സിസ്റ്റം ചെയ്ത തെറ്റിന് ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നത് ശരിയല്ല. സിസ്റ്റം അല്ല പ്രശ്നം, ആ നിയമം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഞാൻ ഇത്തരം ഡ്രക്കോണിയൻ നിയമങ്ങൾക്കെതിരെ, അന്ധ നിയമങ്ങൾക്കെതിരെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും വാദിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല. ഏതൊരു കുറ്റം ആരോപിച്ച് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കണം. പക്ഷെ ഒരാൾ വാദിയായിട്ട് അയാളാണ് ശിക്ഷ വിധിക്കുന്നത്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജഡ്ജിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കോടതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാം അതിനെ പാസ് ചെയ്ത് വിടുക. പാസ് ചെയ്ത് വിട്ടില്ലെങ്കിൽ അവർക്ക് പണിയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാളിങ്ങനെ സംതിങ് നമ്മുടെ സമൂഹത്തിൽ ഒരാൾ കത്തിയായിട്ട് നടക്കുന്നു, അയാൾ കത്തിയുമായിട്ട് നടക്കാനൊക്കെ അവകാശമുണ്ട്. അയാൾ നിങ്ങളെ കുത്തുന്നില്ല, നിങ്ങളുടെ ഭാഗ്യം, കുത്തിക്കഴിഞ്ഞാൽ പോയി എന്നുള്ള അവസ്ഥയാണിത്. അപ്പോഴാണ് അതിൻ്റെ കൂടെ ഒരു പരസ്യം വന്നത്, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബഹളം, വേറൊരു സിനിമാ താരം അറസ്റ്റ്. അതിന് അടിയിൽ വന്നൊരു കമൻ്റാണ് ഞാൻ പറഞ്ഞത്, പോലീസിന് പണിയാൻ, ഉള്ളിക്ക് നഷ്ടമൊന്നുമില്ല, ഇതെങ്ങനെ ഡീല് ചെയ്യുമെന്നുള്ളത് പോലീസിന്. ഈ ഒരു ആക്ടിനെ കുറിച്ച്, ഈ ഒരു ആക്ട് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ നമ്മളെ ഉള്ളവനും ഇല്ലാത്തവനും, ലവനും മറ്റവനും എന്നൊക്കെ പറയുന്ന രീതി സമൂഹത്തെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ വിഭജിക്കുന്ന ചില രാഷ്ട്രീയ കില്ലർ ഐഡിയോളജികളുണ്ടല്ലോ, അതിൻ്റെ ചൂട് പിടിച്ചാണ്. ഉള്ളവനും ഇല്ലാത്തവനും അങ്ങനെ രണ്ട് മനുഷ്യരുണ്ട്, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടെന്നുള്ളത്, അവർ തമ്മിലുള്ള സംഘർഷവും ഐക്യവും ഒക്കെയാണ്. ഉള്ളവനും ഇല്ലാത്തവനും വെച്ചാൽ അതിൽ പോക്കറ്റ് പൈസ ഇല്ലാത്തവനാണോ? എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ചുമ്മാതെ കുറേ കൃത്രിമമായിട്ടുള്ള കുറേ ഡിവിഷൻസ് ആരോ 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതനുസരിച്ച് സമൂഹത്തെ മൊത്തം ചരിത്രത്തേക്ക് അങ്ങ് വ്യാഖ്യാനിച്ച് തള്ളുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രിഡേറ്റർ ആൻഡ് പ്രേ, അവർ മനുഷ്യരെ കാണുന്നത് എങ്ങനെ അറിയാം? ഇര, വേട്ടക്കാരൻ. ഇവിടെ ഇരിക്കുന്നതല്ല ഇര, ഇവിടെ ഇരിക്കുന്നതല്ല വേട്ടക്കാരൻ. ഈ വേട്ടക്കാരൻ ഇങ്ങനെ ഇരയെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം തിന്മയുടെ അംശം, ഇവിടെ ഇരിക്കുന്നതെല്ലാം നന്മയുടെ അംശം. സമൂഹത്തിൽ അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇത് എന്തുവാണിത്? ഇതൊക്കെയാണ് ഭയങ്കര ഫിലോസഫിയും ഭയങ്കര രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് വിഭാഗങ്ങളില്ല. പ്രിഡേറ്ററും പേയുമായിട്ട് രണ്ട് വിഭാഗങ്ങൾ ഈ ഒരു സമൂഹത്തിലും ഇല്ല. എല്ലാ വിഭാഗങ്ങളിലും എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ പഴയ ഒരുപക്ഷെ ഒരുപാട് പ്രാചീനമായിട്ടുള്ള ചില ഘടനകളെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്. അതുപോലും ഒരിക്കലും ഇങ്ങനെ ആയിരുന്നിരുന്നില്ല. പിന്നെ അതുപോലെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് 89 അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ക്രൈമല്ല നോക്കുന്നത്, നിങ്ങളൊരു കുറ്റം ചെയ്തോന്നല്ല നോക്കുന്നത്, നിങ്ങളുടെ കാസ്റ്റാണ് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ SC ST മൊത്തം എല്ലാം കൂടെ വേണ്ട 1900 കാസ്റ്റുണ്ട്. 1900 കാസ്റ്റുണ്ട്. ഈ 1900 കാസ്റ്റിനിടയിലുള്ളവർ പരസ്പരം ജാതിപരമായി അധിക്ഷേപിച്ചാലോ പരസ്പരം അത് ചെയ്താലോ ഇത് ചെയ്താലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ഈ ഓഫീസറെ സ്ഥലം മാറ്റി ഓഫീസറല്ലേ, അയാളൊരു SC ST ആണെങ്കിൽ അയാളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ സ്ഥലം ആരെയാണോ അയാൾ ഈ പറഞ്ഞോണം ആവശ്യമില്ലാത്ത കാര്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്നത്, അയാളൊരു SC ST അല്ലെന്നിരിക്കട്ടെ, ഈ പറഞ്ഞോണം ഹിരൺ ദാസ് അല്ലെന്നിരിക്കട്ടെ, അപ്പോഴും അവിടെ ഒന്നും സംഭവിക്കുന്നു. ഇവിടെ ഈ കേസ് ഓൺ ആവുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, ഇത് SC ST ആയതുകൊണ്ട്. അപ്പോൾ ആ ആക്ടിനകത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു വെക്കണം, ആക്ടിൻ്റെ 3 സെക്ഷൻ 3 പറയുന്നുണ്ട്, ഹൂഎവർ നോട്ട് ബീയിങ് എ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്. ഹൂഎവർ ആരാണ് അക്യൂസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ ഒരു നോൺ SC ST ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോൾ അത് 1900 പോട്ടെ 2000 എടുത്തു, 2000 കാസ്റ്റുകൾക്കിടയിൽ സെൻട്രൽ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉള്ള ഒരു SC ST സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് SC ST യും ചീത്ത പറയാൻ, അടിക്കാൻ, ബഹളം എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് BNS ബാധകം. മറിച്ചാണ് BNS പ്ലസ് ദിസ് വൺ. BNS ചിലപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു തന്നെ തന്തയ്ക്ക് വിളിക്കുക, അല്ലെ പോടാ പട്ടി എന്ന് പറയും, അല്ലെങ്കിൽ ജാതി എന്തെങ്കിലും ഒരു അതിശയം നടത്തുക, അത് വലിയ ശിക്ഷയൊന്നുമില്ല. ഈ കർണത്തടിച്ചാലും വലിയ ശിക്ഷയില്ല, ഭയങ്കര കുറ്റമാണ്, ചെവിയൊക്കെ അടിച്ചു പോകും. അതിൻ്റെയൊക്കെ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഞെട്ടിപ്പോയുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കും BNS, അങ്ങനെ 5 വർഷം മിനിമം കൊടുക്കണമെന്ന്. അതൊക്കെയാണ് BNSൻ്റെ പരിപാടി. ചിലപ്പോൾ വെറുതെ വിടാം, ചിലപ്പോൾ തെളിവില്ലെന്ന് പറഞ്ഞ് കളയാം. ഇവിടെ ഓൺലി ഇഫ് യു ബിലോങ് ടു വൺ ഓഫ് ദ കാസ്റ്റ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ 2 മുസ്ലിങ്ങൾ കൊച്ചി പട്ടണത്തിൽ വെച്ച് ഒരു SC ST കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളുമായിട്ട് വഴക്കുണ്ടാകുന്നു. വേറെ എന്തെങ്കിലും കേസായിരിക്കും, അവർ വേറെ എന്തെങ്കിലും, പക്ഷേ ആ കേസ് ഉടനെ നമുക്ക് ഈ SC ST ആക്ടിൻ്റെ ഫീൽഡിൽ എടുക്കാം. അയാൾ എന്നിട്ട് പറയുകയാണ്, എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, ഇവന്മാർ 2 പേരും. അങ്ങനെ പറയണമെന്നില്ല, അയാൾ പറഞ്ഞാൽ മതി, അയാൾക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അയാളുടെ റിവെഞ്ച്, അല്ലെ അയാൾ എന്നെ ഇത്രയും അടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. എന്നെ ചീത്ത വിളിച്ചു, എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, 2 പേര്, 2 മുസ്ലിങ്ങളാണ്, 2 മലയാളികളാണ്, കൊച്ചിയിലുള്ളത്. അവരുടെ പേരും എല്ലാം കൊടുത്ത് ഫോട്ടോ എല്ലാം കൊടുത്തു. പോലീസ് ഉടനെ തപ്പി ചെല്ലുന്നു, 2 പേരെയും കണ്ടെത്തുന്നു, ഒരുത്തനെ അറസ്റ്റ് ചെയ്യുന്നു. മലയാളി, കേരള മുസ്ലിം, അവനെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം നിഷേധിക്കുന്നു, 14 ദിവസം അകത്ത് കിടക്കുന്നു. മറ്റവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവൻ ലക്ഷദ്വീപുകാരനാണ്, അവൻ ST. അവനായിരിക്കും കൂടുതൽ കൊടുക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്, പക്ഷേ അവന് പ്രശ്നമില്ല. ആക്ച്വലി കാസ്റ്റ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിപര. ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജാതിയും ചിന്തിക്കുന്നത് വേറൊരു ജാതിയുടെ മുകളിലോ താഴെയാണെന്നാണ്. അതാണല്ലോ ജാതി എന്ന് പറയുന്നത്, ഒരു ഹൈറാർക്കി. അപ്പം മേളിലുള്ള ജാതി താഴെയുള്ള ജാതി എന്നുള്ള ഒരു അന്ധവിശ്വാസമാണ് ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം. അപ്പം ഇപ്പോൾ SC കമ്മ്യൂണിറ്റി മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു ജാതിപ്പെട്ടവർ വേറൊരു ജാതിക്കാരെ അവർ മാരേജ് ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്റർ മാരേജൊക്കെ അവരുടെ ഇടയിലുള്ളൂ, അതിലും കുറവാണ്. അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ചെയ്യുന്നത്. അതിൽ ഓരോരോ കമ്മ്യൂണിറ്റിയും തൻ്റെ തൊട്ട് താഴെയുള്ള കമ്മ്യൂണിറ്റിക്കാരനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്, ജാതിബോധം ഉള്ളവർ, ഇല്ലാത്തവരങ്ങനല്ല. അപ്പോൾ അവർ വിചാരിക്കും നീ ഒരു ലവനല്ലടാ, നീ ഒരു ലവന അല്ല എന്ന് അവർ പറയും. അപ്പോൾ അത് ട്രോമ ഉണ്ടാക്കുന്നില്ലേ, അത് അപമാനം ഉണ്ടാക്കുന്നില്ലേ, അത് പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? നോക്കൂ, 32% ഉണ്ടെന്നാണ്, 25 മുതൽ 32% വരെ ഇന്ത്യൻ പോപ്പുലേഷൻ ഇതാണ്, SC ST കാറ്റഗറിയാണ്. പഞ്ചാബിൽ എന്ന് കഴിഞ്ഞാൽ 32%. ഈ 32% ജനങ്ങൾ തമ്മിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം നോൺ SC ST ആണെങ്കിൽ മാത്രമാണ് ഇത് കാസ്റ്റ് അബ്യൂസ് ആയിടുന്നത്. മധ്യപ്രദേശിലൊക്കെ ഈ ആക്ടിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ 80% OBC-ക്കാരാണ്. ബാക്കി ഒരു 14% അവിടെയുള്ള ബ്രാഹ്മിൺസ്, രാജ്പുട്സ് എന്നൊക്കെ പറയുന്ന മുന്നോക്ക ജാതിക്കാർ. ഇതിന് കുറേ സ്റ്റാറ്റ്സ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു സമുദായത്തിൽ അവർ മാത്രമാണെങ്കിലും പ്രശ്നമില്ല. അവർ പക്ഷേ ഈ പറയുന്നോണം ഇൻ്റർ മാരേജ് ചെയ്യത്തില്ല, എൻഡോഗമിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ആ കാസ്റ്റ് അബ്യൂസ് പ്രശ്നമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ OX ഇവിടെ ഈ ഭയങ്കര സമ്പന്ന സാഹിത്യമൊക്കെ രചന നടത്തുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
അവരിൽ പലരും SC/ST അല്ല. അവർ ചില OX ആണ്, അല്ലെങ്കിൽ OBC കാറ്റഗറിയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ഈ OX എന്ന് പറയുന്നത് പരിവർത്തിത ക്രിസ്ത്യാനികളാണ്. ഇന്നലെയും ഒരു നിയമം വന്നു. ഈ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ SC സ്റ്റേറ്റസ് കിട്ടില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ ജാതിയില്ല ഉണ്ടോ ഇല്ല വെച്ചാൽ ജാതി ഇല്ലെന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ജാതി ഇല്ലെന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. എന്നിട്ട് തന്നെ സ്റ്റേറ്റ് പറയും മുന്നോക്ക മുസ്ലിങ്ങളും പിന്നോക്ക മുസ്ലിങ്ങളും അത് മുന്നോക്കമാണ്, ഇത് പിന്നോക്കമാണ്, കാസ്റ്റുകൾ വെച്ചാണ് സംവരണം കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം എന്ത് പറഞ്ഞു വന്നൊരു പോയിന്റ് അല്ല, അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞു ഒരുപാട് പോയി നമ്മൾ. പെട്ടെന്ന് റിലേ പോയി. OX, യു ആർ റൈറ്റ്. OX, എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം. യു കീപ് ട്രാക്ക് ഓഫ് എവറിത്തിങ്. ഈ OX എന്ന് പറയുന്നത് ശരിക്കും പരിവർത്തിത ക്രിസ്ത്യാനികളാണ്. അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നവരാണ്. അങ്ങനെ ഒരുപാട് വലിയൊരു ജനസംഖ്യയുണ്ട് കേരളത്തിൽ. ഇവർ SC സ്റ്റേറ്റസ് കിട്ടണമെന്നും പറഞ്ഞാണ് ഇവരുടെ ബഹളം മുഴുവൻ. ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണ്? SC വിഭാഗം. അവർ പറഞ്ഞു ഒരിക്കലും ഞങ്ങളുടെ ആളെ എടുക്കുന്നില്ല. 2011 2025 ഇടയ്ക്ക് ഒരൊറ്റ കമ്മ്യൂണിറ്റി മാത്രമാണ് SCയിലേക്ക് ചേർത്തിട്ടുള്ളത്. 2000 ശേഷം 14 ഉണ്ട്. 2011 ശേഷം ഒരു കമ്മ്യൂണിറ്റിയേ ഉള്ളൂ. കാര്യം അങ്ങനെ എടുക്കുന്നില്ല. കാര്യം വെച്ചാൽ ഒന്ന് സംവരണം, രണ്ട് ഈ പറഞ്ഞ ലീഗൽ പ്രിവിലേജ്. ഈ പ്രിഡേറ്ററിൽ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പല നേതാക്കന്മാരും അവർ SC സ്റ്റേറ്റസ് ചോദിക്കുന്നതും. അവർ SC സ്റ്റേറ്റസ് ചോദിക്കുന്നത് സംവരണത്തിൻ്റെ കാര്യത്തിലല്ല, പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഞാൻ അവനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ എന്നെ പിടിച്ചകത്തിടാൻ പറ്റും. എന്നാൽ ഞാൻ ഒരു SC ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇതാണ് മിനിമം. അങ്ങനെ അവനാകാതിരിക്കാനാണ് ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളിനെ എടുക്കുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞ മതമാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഹിന്ദുമതം വിട്ട്? ഹിന്ദുമതമാണല്ലോ ജാതി കൂമ്പാരം, ജാതി കൊണ്ട് പുഴുത്ത് ഞാറി ജീർണിച്ചിരിക്കുന്നത്. അത് വിട്ടുപോയല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് വീണ്ടും അവിടുത്തെ SC ആയിട്ട് അവിടെ പോകുന്നത്? അന്നേരം മതം മാറുകയും വേണം, ജാതി ഇത് കിട്ടുകയും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാ സ്റ്റേറ്റ്. ഇപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയും സുപ്രീം കോടതി ആവർത്തിച്ചിരിക്കുകയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടുത്തെ MP അല്ലേ? ഇവിടുത്തെ MP അല്ലേ? അപ്പുറത്തെ MP. പുള്ളിയുടെക്കെതിരെയുള്ള കേസ് ഇതാണ്. പുള്ളി ക്രിസ്ത്യനാണ്, ബാപ്റ്റിസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ക്രിസ്ത്യൻ ആണെന്നായിരുന്നു കേസ്. പുള്ളി അത് ശരിയാക്കി എടുത്ത്. അതുപോട്ടെ, ഞാൻ കേസിലേക്കും പോകുന്നില്ല. ഇനി ഇതെന്തുകൊണ്ടാണ് ഈ കേസ് വന്നതെന്ന് ഒരു കാര്യം ഞാൻ പറയാം. ഈ SC/ST ആക്ടിൻ്റെ ഒരു ചരിത്രം പറയുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പോകും. ഇപ്പോൾ 2 പേര് മദ്യവെച്ചിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാങ്കല്പികമായിട്ട് അതിൽ ഒരു SI എന്ന് പിടിച്ചു മാറ്റാം. SI പിടിച്ചു മാറ്റുന്ന 2 പേര് മദ്യവെച്ച് നിൽക്കുന്ന 2 പേരെ പിടിച്ചു മാറ്റുന്ന പറഞ്ഞായിരിക്കും പിടിച്ചു മാറ്റുന്നത്. പക്ഷെ ഇവിടെ കുറേ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഒന്ന്, ഈ ഒരു വിഷയത്തിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഒന്ന്, ഈ കുടിയന്മാരുടെ 2 പേരെയും ജാതി ഏത്? കാര്യം നിയമം അത് നോക്കുകയാണ്. ക്രൈം അല്ല പ്രധാനം, കാസ്റ്റാണ് പ്രധാനം. ഈ ഓഫീസറുടെ ജാതി ഏത്? ഈ കുടിയന്മാരുടെ ജാതി. ഇപ്പോൾ ഒരുത്തൻ ഇടി കൊണ്ട് കിടക്കുന്നവൻ ഒരു SC/ST ആണെന്നിരിക്കും. എന്താണ് അതിൻ്റെ ലീഗൽ പോയിന്റ്? ഇനി ഇടിച്ചവൻ SC/ST, ഇടി കൊണ്ട് കിടക്കുന്നവൻ നോൺ SC/ST ആണെന്നിരിക്കട്ടെ. ഇത് പോട്ടെ, ഇവർ 3 പേരും SC/ST ആണെന്നിരിക്കട്ടെ. കേസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈം അല്ല അവിടെ പ്രധാനം, കാസ്റ്റാണ് പ്രധാനം. ഇതിനൊരു കാര്യം, ഈ 2017 കേരള സർക്കാർ ദളിത് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ളത് ബാൻ ചെയ്ത് നിരോധിച്ചു. ദളിത് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദളിത് എന്നുള്ളത് മോശമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു കുഡ് ബി പ്രോസിക്യൂട്ടഡ് അഗെയിൻസ്റ്റ്. ആരും അത് സ്റ്റേറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെയാണോ നിങ്ങളങ്ങനെ പറയുന്നത് അയാൾക്ക് തോന്നിയാൽ മതി. 2015 ബോംബെ ഹൈക്കോർട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ അഡ്വൈസ് ചെയ്തു,
ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം മറ്റേത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല, കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയില്ല. അതുകൊണ്ട് SC/ST മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2020 സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവന്ന് നിങ്ങൾ ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം നോക്കുക, അയാൾക്ക് ജാതി പറഞ്ഞ് ആക്ഷേപിക്കാനുള്ള ഇൻറ്റൻറ്റ്, അതായത് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കല്ല് വലിച്ചെറിയുക, ആ കല്ലിൻ്റെ ഇടയിൽ ഒരാൾ വീണു, അയാൾ മരിച്ചു പോകുന്നു. നിങ്ങൾക്ക് അയാളെ കൊല്ലാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ അലക്ഷ്യമായിട്ടൊരു പ്രവർത്തനം അയാൾക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് മനഃപൂർവ്വം അല്ലാത്ത ഇൻറ്റൻഷണലായിട്ടുള്ളതല്ല. അപ്പോൾ ഇൻറ്റൻ്റാണ് നോക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻറ്റൻ്റ് ആരാ തീരുമാനിക്കുന്നത്? കംപ്ലൈനൻ്റാണ് തീരുമാനിക്കുന്നത്, പരാതിക്കാരനാണ് തീരുമാനിക്കുന്നത്. അവർ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നീ ഉദ്ദേശിച്ചു 14 ദിവസമകത്ത് പോലീസുകാർക്കൊന്നും ചെയ്യാനില്ല, കോടതിക്കൊന്നും ചെയ്യാനില്ല. ഇതെവിടുന്നാ വന്നതെന്നറിയാം? ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അട്രോസിറ്റീസ് ആക്ട് ഉണ്ടായി, ഗാർഹിക പീഡനം സംബന്ധിച്ച്. 2018 സുപ്രീം കോടതി പറഞ്ഞ് ഇതിനകത്തുള്ള കേസുകൾ മുഴുവൻ ഏതാണ്ട് നല്ലൊരു ശതമാനം ഫേക്കാണ്, ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മിക്കവാറും അമ്മായിയപ്പനും അമ്മായിയമ്മയും ഭർത്താവും എല്ലാം അകത്താണ്, ഒരു പേപ്പർ എഴുതി കൊടുക്കുന്നു. പലരും ഇത് പണാപഹരണത്തിനും പ്രതികാരത്തിനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ എല്ലാ കേസുകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ കേസുകളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, ആ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം, നമുക്കൊരു കേസ് വരുന്നതേ ഉള്ളൂ, നമ്മൾ അകത്ത് കിടക്കുന്നില്ല. ഒരു 10 കേസ് ചിലപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ കണ്ടിട്ടില്ലേ? എത്ര കേസുണ്ട്? 65. നിനക്ക് 65 72 എന്ന് പറയുന്നത്. ആ 72 കേസ് അവരെ ഹർട്ട് ചെയ്യുന്ന കേസുകളല്ല, കേസ് വരുന്നു. പക്ഷെ അതേപോലെ അല്ല ഈ കേസ്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് ആക്ടിലും ഇതേപോലെയായിരുന്നു. പരാതിക്കാരി കേസ് കൊടുക്കുന്നു, എല്ലാവരും മൂടോടെ അകത്ത് വരുന്നു. പിന്നെ 14 ദിവസമോ 40 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്ക് അവരുടെ സാമൂഹ്യ മരണം, ട്രോമ, മൂട്ട, പിന്നെ എന്തൊക്കെയാണ്, ഈഗോ ഡെത്ത്, സോഷ്യൽ ഡെത്ത്, അപമാനം. നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പല മനുഷ്യനല്ലയോ, വികാരങ്ങൾ ഒരുപാടില്ലേ. അവസാനം പറയാം ഇത് കേസ് ഫേക്കായിരുന്നു, ഇറങ്ങി പൊയ്ക്കോ. നമ്മൾ വിചാരിക്കും പരാതിക്കാരി കുഴപ്പമൊന്നുമില്ല, എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും. ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? എല്ലാവരും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്നവർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുത്തന്നെ ഈ അടുത്തിടെ ഒരാൾ കണ്ടില്ലേ, എത്രയോ വർഷത്തിന് ശേഷം അയാൾക്കെതിരെ ഒരു ആരോപണം ഒരു പെൺകുട്ടി നടത്തി, ഞാൻ എടുത്തിടുകയും ചെയ്തു. അവൾ വന്ന് പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്, അതാണ് ഇതാണെന്ന്. 7 വർഷമായൊക്കെ പോയി. അയാൾ എന്നിടയ്ക്ക് 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇത് 1-9 അല്ല, ഇത് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 സുപ്രീം കോടതി പറഞ്ഞു ഇത്രയധികം ഫേക്ക് ആയിട്ടുള്ള കേസുകൾ വരുന്നു. ആ കേസുകൾ വരുന്നുണ്ട്. അവർ പറഞ്ഞു SP, ജില്ലാ തലത്തിൽ SP ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ സമിതിയെ വെച്ചതിന് ശേഷമേ ഇത്തരം കേസുകളിൽ തീരുമാനം എടുക്കാവൂ. അല്ലാതെ പരാതിക്കാരി അങ്ങോട്ട് എന്ന് പറയുമ്പോഴേ നിങ്ങൾ തീരുമാനം എടുക്കില്ല. അതിനകത്ത് മെറിറ്റ് ഉണ്ടോ എന്ന് നോക്കണം, സത്യം ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് നിങ്ങൾ അന്വേഷണം പ്രൊസീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് അനുവദിക്കപ്പെട്ടു. അതേപോലെ ഒരു സംഗതി 2018 ഏപ്രിൽ മാസം സുപ്രീം കോടതി ഇതേപോലെ പറഞ്ഞു, ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് ഇതേപോലെ വേണം. ഒരു കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് കൊടുത്താൽ അപ്പോഴേ പിടിച്ച ആളിനെ അകത്തിടാതെ അതിനകത്ത് ശരിയുണ്ടോ, അതിനകത്ത് മെറിറ്റ് ഉണ്ടോ എന്ന് SP തലത്തിൽ അന്വേഷിക്കണം. ഒരു എംപ്ലോയി ആണെങ്കിൽ അയാളുടെ എംപ്ലോയർ അന്വേഷിക്കണം, എംപ്ലോയർ അനുമതി വേണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. 2018 ഏപ്രിൽ മാസം നിങ്ങൾ ആദ്യം കാണുന്നു, നിരന്തരമായിട്ടുള്ള വയലൻറ്റ് പ്രൊട്ടസ്റ്റുകളായിരുന്നു. ലോറി കത്തിക്കുന്നു, ട്രെയിൻ അട്ടിമറിക്കുന്നു, എന്തൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2018 ഓഗസ്റ്റിൽ ഒരു ഭാരത് ബന്ധും. അപ്പോഴത്തേക്ക് BJP ആണെന്ന് BJP ആണല്ലോ ഭരണത്തിൽ. അവരെ പല സംസ്ഥാനങ്ങളിലും SC/ST പോപ്പുലേഷൻ അവർക്കെതിരെ വോട്ട് ചെയ്യുമെന്നുള്ള ഭീഷണി, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അവരെന്ത് ചെയ്തു? പണ്ട് രാജീവ് ഗാന്ധി ഷബാന ബീഗത്തിൻ്റെ കേസുണ്ട്, ഷബാന ബീബി, അവരുടെ കേസ് ചെയ്തോണം ഇതങ്ങ് അമെൻഡ് ചെയ്ത്. എന്താണ് ഇങ്ങനൊരു ഡയലൂഷൻ കൊണ്ടുവന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങളാണ് നിയമം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് സർക്കാർ പാർലമെൻറ്റിൽ ഇതങ്ങ് അമെൻഡ് ചെയ്തു. 1.5 വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ് ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ലെജിസ്ലേഷൻ എന്ന് പറയുന്ന പാർലമെൻറ്റിൻ്റെ അധികാരമാണ്, ഞങ്ങൾ അതിനകത്ത് കടന്നുപോയത് തെറ്റായിപ്പോയി. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് മിസ്യൂസും ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം SC/STക്കാർ മാത്രമേ അങ്ങനെ ചൂഷണം ചെയ്യൂ എന്നുള്ള ഒരു പ്രതീതി അതുണ്ടാക്കുന്നുണ്ട്. അത് ശരിയല്ല. കാരണം വേറെ കേസുകളിലും ചൂഷണം മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കിഡ്നാപ്പ് കേസിൽ 11%, ഇത് 10% ഉള്ളൂ. കളവ് കേസിൽ ഇത്ര ശതമാനം.
കളവ് കേസിലും കിഡ്നാപ്പ് കേസിലൊന്നും ഈ വിഷയം ഇല്ല എന്നുള്ളതാണ് സത്യം. കോടതി പറയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. 2, ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ജനങ്ങളെല്ലാം മിസ്യൂസ് ചെയ്യുന്നവരാക്കി ചിത്രീകരിക്കുന്നു. വോക്കിൻ്റെ അങ്ങേയറ്റം. അങ്ങനെയാണ് സുപ്രീം കോടതി 2020 അത് റദ്ദാക്കി, ആ ഡയല്യൂഷൻ കൊണ്ടുവന്നു. പക്ഷേ വനിതകളുടെ കാര്യത്തിൽ അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും വീട്ടിൽ ഇരുന്ന് തന്നെ കാപ്പി കുടിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്തറിയാം? സ്ത്രീകളുടെ കാര്യത്തിൽ ഓക്കെയാണ്. സ്ത്രീകളും പുരുഷന്മാരും കാര്യത്തിൽ സ്ത്രീകളുടെ ശത്രുക്കളായിട്ടാണ് പുരുഷന്മാരെ അതിനകത്ത് കാണുന്നത്. പ്രിഡേറ്റർ പ്രേ രീതിയിലാണ് കാണുന്നത്. അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ന്യായം പറയാം. സ്ത്രീകളുടെ ബയോളജിക്കലായിട്ടും ജനറ്റിക്കായിട്ടും സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് ഒരു സ്ത്രീക്കെതിരെ സ്ത്രീ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ മോഡസ്റ്റിയെ വയലേറ്റ് ചെയ്യുന്നതാണ്, നീ എന്തിനാ പോയെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടെന്ന് ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കേസില്ല. അതൊരു പുരുഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ടു ഊട്ടിയാണ്, നിന്നെ ഞാൻ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട് എന്നൊരു പുരുഷൻ പറഞ്ഞ പ്രശ്നമാണ് ഈ ആക്ടിൻ്റെ കീഴിൽ. പക്ഷേ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, സ്ത്രീക്ക് പറയാം, പുറകെ നടന്ന് പറയാം, ഫോൺ വിളിച്ച് വെക്കടി എന്ന് പറഞ്ഞ് വേണേൽ പറയാം, പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കാം. അതൊക്കെ അവർക്കിടയിലുള്ള പ്രശ്നമല്ലേ? ഇതാണ് നമ്മുടെ നിയമം കാണുന്നത്. എന്നാൽ അതുണ്ടാക്കുന്ന ട്രോമ, ഉദാഹരണമായിട്ടൊരു താനൊരു കുലീനയാണ്, തൻ്റെ സ്വത്വം ഒക്കെ ഭയങ്കര വലുതാണ് എന്ന് കരുതുന്ന ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് ഒരു ഒരു അബദ്ധസഞ്ചാരമൊക്കെ ഒരു ഓഫീസിൽ വെച്ച് വേറൊരു സ്ത്രീ ആരോപിച്ചാൽ അവർക്കുണ്ടാകുന്ന വേദനയും അപമാനവും ഒക്കെ ഏതാണ്ട് അത് തന്നെയല്ലേ? അപ്പോൾ പുരുഷൻ പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ ഫ്രീക്വൻസിയിൽ വരുന്നതാണോ? അപ്പോൾ അവിടെ ക്രൈമല്ല പ്രശ്നം, ജെൻഡറാണ് പ്രശ്നം. നമ്മുടെ നിങ്ങളുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ക്രൈം അനുസരിച്ചാണ് കുറ്റം തീരുമാനിക്കേണ്ടത് തന്നെ. ഇവിടെ ജെൻഡറാണ്, സ്ത്രീ പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ വേണേൽ പിന്നെ ഒരു വാദം ഉന്നയിക്കാം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ബയോളജിക്കലി ആൻഡ് ജനറ്റിക്കലി പുരുഷനിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. പുരുഷൻ കുറച്ചുകൂടെ മസ്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് റേപ്പ് നിയമം കരുതുന്നില്ല ബേസിക്കലി ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മർദ്ദിച്ച് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ഒരുപാട് സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ഏത് സ്ത്രീ ഏത് പുരുഷൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ റിഗ്രസീവായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറും ലീഗൽ സ്ട്രക്ചറും. വ്യക്തികൾ വ്യത്യസ്തമാണ്, വ്യക്തികൾ പ്രധാനമാണ്. നമ്മളൊരു ട്രൈബലായിട്ട് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരെയും എന്നെടുക്കാൻ കാര്യം ശരിയല്ല. അത് ചില പുരുഷന്മാർ അടി വാങ്ങിച്ചു ഇടിയും കൊണ്ടുകൊണ്ട് കിടക്കുന്ന പുരുഷന്മാരുണ്ടാവും. അവിടെയും ചെന്ന് പറയാണ്, നീ പുരുഷനല്ലേ, അതുകൊണ്ട് അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങളത് അനുവദിക്കുന്നില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ സാർ ഞാൻ നോക്കൂ, എൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ്, ഞങ്ങളുടെ മഹത്തായ നിയമമാണ്. പിന്നെ പറയണം സ്ത്രീക്ക് കള്ളം പറയാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ലീഗൽ പോയിന്റാണ്. ഹൗ? സ്ത്രീയും കള്ളം പറയും, പുരുഷനും കള്ളം പറയും. സ്ത്രീക്ക് കള്ളം പറയാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാരകമായ അവസ്ഥയല്ലേ? ഇത് തന്നെയാണ്, ഇതേ നിയമം എടുത്താണ് SC/ST വെച്ചിരിക്കുന്നത്. എന്താണ്? SC/STകളും നോൺ SC/STകളും വ്യത്യസ്തരാണ്. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പോലെ നമ്മൾ റേപ്പ് കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ അതിനകത്ത് പോലും തെറ്റാണ്. ഇവിടെയാണെങ്കിൽ 100% തെറ്റാണ്. എങ്ങനെ? 2000 ശേഷം 14 പേര് പുതുതായിട്ട് SC ആയിരിക്കുന്നു, പുതിയ കമ്മ്യൂണിറ്റി. അതായത് 2000 വരെ അവർക്ക് ഇതിൻ്റെ ഇതില്ല. എന്തുവാടേ ഇത്? നമ്മളൊരു ഫെയർനെസ് എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. നീതി നിഷേധിക്കപ്പെട്ട ആർക്കായാലും നിങ്ങളൊരു തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുക, എവിഡൻസ് ബേസ്. ഇതേ നിയമം ഈ സ്ത്രീകളിൽ കൊണ്ടുവന്ന അതേ കാര്യമാണ് ഇവരുടെയും കൊണ്ടുവരാൻ ശ്രമിച്ചത്. സ്ത്രീകളിൽ തന്നെ തെറ്റാണ്, ഇവിടെ അതിനേക്കാൾ വലിയ ഒരു വിഷയമാണ്. ഞാനിത് എൻ്റെ ലാസ്റ്റ് ഇതാണ്. ഇപ്പോൾ ഇങ്ങനൊരു വിവാദം നടന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവാം. മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജിൻ സ്കറിയ, അദ്ദേഹത്തിനെതിരെ ഒരു MLA ഒരു കേസ് ഫയൽ ചെയ്തു. കേസ് ഇതായിരുന്നു, അതായത് MLA അഴിമതിക്കാരനും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച ഒരു പരിപാടി ഈ ഷാജൻ ചെയ്തു. ഈ പരിപാടിക്കെതിരെ ഈ MLA കേസ് ഫയൽ ചെയ്തു. എന്നെ അപമാനിച്ചു പബ്ലിക്കായിട്ട്. എന്നെ അപമാനിച്ചത് എന്തിനാണ്? ഞാനൊരു SC/ST വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അപമാനിച്ചത്.
കാരണം ഞാനൊരു SC/ST മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അപ്പോൾ അയാൾക്കറിയാം ഞാൻ SC/ST ആണ്, അപ്പോൾ ഞാൻ അഴിമതിക്കാരനാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ധാർഷ്ട്യമാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിച്ചു, ഇത് ജാതി പറഞ്ഞ് അല്ല ജാതിപരമായി ആക്ഷേപിക്കുന്നതിനല്ലേ ഈ കേസ് വരേണ്ടത്? ഇത് നിങ്ങൾ അഴിമതി നടത്തിയെന്നോ നിങ്ങളുടെ നയങ്ങൾ ശരിയല്ലെന്നൊക്കെ പറയുന്നത് ഓക്കെ, അത് നിങ്ങൾ SC/ST ആണെങ്കിലുണ്ട്, അല്ലെങ്കിൽ എന്ത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മന്ത്രിയാക്കിയാൽ മതിയല്ലോ, ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെയാണ് ചിന്തിക്കുക. എന്താ സംഭവിച്ചത്? ഷാജൻ നോൺ ബെയിലബിൾ ഒഫൻസിന് ആൻറ്റിസിപ്പേറ്ററി ബെയിലിനായിട്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതി അത് തള്ളിയിട്ട് പുള്ളിക്കെതിരെ കുറേ നെഗറ്റീവ് റിമാർക്സ്, ഇതാണോ മാധ്യമ പ്രവർത്തനം, ഇതാണെന്നൊക്കെ പറഞ്ഞു. അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ കണ്ടശയായിട്ട് കുറേ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പോരാളിയെ പോലെ കോടതി വിളിച്ചു പറയാം. എന്നാൽ ഷാജൻ എന്ത് ചെയ്തു? സുപ്രീം കോടതി പോയി. അപ്പോഴത്തേക്ക് ലുക്കൗട്ട് നോട്ടീസ്, പിടിക്കാനായിട്ട് ഭയങ്കര പ്രശ്നങ്ങളും, പുള്ളി ഒളിച്ചു നടക്കുന്നു, അവിടെ നിന്ന് ഇവിടെ പോകുന്നു. അദ്ദേഹത്തിനെ പെടുത്തിയതിൽ വേറൊരു MLA-ക്കും പങ്കുണ്ട്. പുള്ളി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പുള്ളിക്കെതിരെ വരാവുന്നതാണിത്. അതാണ് അതിനേക്കാൾ രസം. എന്നിട്ട് സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇത് ഇങ്ങനെ കാസ്റ്റ് അബ്യൂസ് ആ രീതിയിൽ പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ഉള്ള ഇതിന് മാത്രമേ ഈ കേസിൻ്റെ പരിധി വരൂ, അല്ലാതെ ഇയാൾ നടത്തിയുള്ള പരാമർശങ്ങളൊന്നും അത് വരുന്നില്ല, രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു നിയമം പാസ്സാക്കി. ഈ നിയമം യഥാർത്ഥത്തിൽ ഈ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള റെലവൻസ് ഉള്ള നിയമമാണിത്. ബെയിൽ ഗ്രാൻഡ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ബെയിൽ ഗ്രാൻഡ് ചെയ്തുകൊണ്ട് കോടതി വളരെ കൃത്യമായിട്ട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഇത് ജാതിപരമായി അപമാനിക്കണമെന്നുള്ള ലക്ഷ്യത്തോട് സ്പഷ്ടമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അല്ല, ഇപ്പോൾ ഒരാൾ നിങ്ങൾ ഇന്യൂമറേഷന് വരിക, സെൻസസ് എടുക്കാൻ വരിക, പേരെന്താ? തങ്കപ്പൻ. ഏതാ ജാതി? ഇന്നാണ് ജാതി. അതാണോ എന്ന് ചോദിക്കും. അതാണോ ആ ജാതി എന്ന പേര് ചോദിക്കുക. പറഞ്ഞു, എന്താ നിനക്ക് കേട്ടപ്പോൾ ഒരു കുഞ്ഞം പോലെ? ഇല്ല, ഞാൻ ചോദിച്ചത് അത് തന്നെയാണോ നിങ്ങൾ പറഞ്ഞ, എനിക്ക് വ്യക്തമായില്ല. ശരി, എന്നെ ഞാൻ കാണിച്ചോളാം, നിന്റെ പേരെന്താ? അത് എഴുതിയെടുത്ത്. ഇറ്റ്സ് പോസിബിൾ, സംഭവിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ല, ഞാൻ ഈ ഉദാഹരണം ഉണ്ടാക്കിയ ഉദാഹരണമല്ല. പക്ഷെ അത് എന്യൂമറേറ്റർ ആയിരുന്നില്ല, അതൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. ചോദിച്ചാണ്. കാരണം പുള്ളി എന്താ ചോദിച്ചത്? ജാതി ചോദിച്ചെന്നറിയാമോ? പുള്ളിക്ക് ഏത് വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നറിയാണോ പുള്ളി ജാതി ചോദിച്ചത്. ഈ പരാതിയായിട്ട് അവിടെ ചെന്നപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ ഇന്ന ജാതി ആണോ എന്ന് ചോദിച്ചു. കാരണം അങ്ങനെയാണെങ്കിൽ വേറെ എഴുതി രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അവൻ്റെ പണിക്ക് പ്രശ്നമാണ്. അത് പിന്നെ വലിയ തർക്കമായി അവനെതിരെ കേസ് കൊടുത്തു. ഓൾമോസ്റ്റ് ഓൺ ദ വേർജ്. ഞാൻ കേസ് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല, ഓൺ ദ വേർജ്. വലിയ വിഷയമായിരുന്നു, എനിക്കറിയാവുന്നൊരു കേസാണ്. അപ്പം ഇങ്ങനെ ഒരു സംഗതി വന്ന് ഞാൻ പറഞ്ഞത്, ഈ ഡ്രക്കോണിയൻ നിയമങ്ങൾ ഇത് എന്താണ് നോക്കുന്നത്? ഇവിടെ ആകെ നോക്കുന്നത് നമ്മൾ ഈ ജാതി മാത്രം നോക്കുക, ഈ ജാതി വികസിപ്പിക്കുക. ഒരു ജാതിയിൽ നിന്ന് വേറെ ആൾ ജാതിയെ മാറ്റിയിട്ട് അയാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുക. അപ്പോൾ ഈ ജാതിയിലൂടെ എന്താണ് വരുന്നത്? ഇമ്മ്യൂണിറ്റിയാണ് വരുന്നത്, പ്രിവിലേജാണ് വരുന്നത്. ഇപ്പോൾ ഈ റാപ്പർ എന്ന് പറയുന്ന ആൾക്ക്, പുള്ളിക്ക് ആക്ച്വലി ഹീസ് ഹാവിങ് പ്രിവിലേജ്. പണ്ട് പഴയ കുറേ ആളുകൾ പ്രിവിലേജ്ഡായിരുന്നു, ഈ പറയുന്ന തമ്പുരാന്മാരായിരുന്നു, പ്രഭുക്കളായിരുന്നു. നമ്മൾ ഇന്ന് വേറെ കുറേ ആളുകൾക്ക് ഇതേ കണക്കുള്ള ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ മനുഷ്യത്വരഹിതമല്ലേ? ഒരേപോലെ ജനാധിപത്യ വിരുദ്ധമല്ലേ? ഒരേപോലെ നീതി വിരുദ്ധമല്ലേ? ഇതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും സമയം, എനിക്ക് സമയം എത്രയാണെന്ന് പോലും മനസ്സിലായില്ല, 7:15 ആവാൻ പോകുന്നു. അപ്പോൾ എന്തായാലും ചോദ്യോത്തരങ്ങൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ നല്ല മൂഡ് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ യു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.